എല്ലാവർക്കും മഹാത്മാ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ മോഹനൻ കെ എൻ, മഹാത്മാ പ്രിൻസിപ്പളും സഹകരണ സ്റ്റഡി നോട്ട് എഡിറ്ററും. ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്ന ഭാഗം, നമ്മളെടുത്തിപ്പോൾ 3 ബാച്ച് സഹകരണ പഠിതാക്കളുണ്ട്. ഒന്ന് മോർണിംഗ് ബാച്ച്, മറ്റൊന്ന് കാർഡ് ബാങ്ക് ബാച്ച്, മറ്റൊന്ന് ഈവനിങ് ബാച്ച്. ആ 3 വിഭാഗത്തിനും ആവശ്യമായിട്ടുള്ള ഒരു പോർഷനാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്ന്, അത് സെക്ഷൻ 2 നിർവചനമാണ്, റൂൾ 2 നിർവചനമാണ്. സഹകരണത്തിലെ സെക്ഷൻ 110 സെക്ഷനും 201 റൂളും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അന്നേരം അതിൽ സെക്ഷൻ 110 സെക്ഷൻ വരുമ്പോൾ അതിൽ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസായിട്ട് രജിസ്ട്രേഷനായിട്ട് ബന്ധമുള്ള സെക്ഷൻ ഏതെല്ലാം എന്ന് പറയുമ്പോൾ നമ്മളത് 3 മുതൽ 8 വരെയെന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ആ 110 സെക്ഷനും ആ പർപ്പസ് വെച്ച് പഠിച്ചു വരുമ്പോൾ, അതുപോലെ തന്നെ റൂളും അതിൻ്റെ ഉദ്ദേശം വെച്ച് പഠിച്ചു വരുമ്പോൾ അതിൻ്റെ നമ്പർ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്. സെക്ഷൻ 2 നിർവചനമാണ്. സെക്ഷൻ 3 രജിസ്ട്രാർ ആണ്. സെക്ഷൻ 4 സൊസൈറ്റി വിച്ച് മേ ബി രജിസ്ട്രേഡ്. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 7 രജിസ്ട്രേഷൻ ആണ്. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനും എടുക്കും, സുരേന്ദ്ര മാഷും പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നേരം ഇത് തറവായിട്ട് വരും. ഇനി നമ്മൾ 110 സെക്ഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട റൂളും. പക്ഷേ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം, എന്താണ് സെക്ഷൻ, എന്താണ് റൂൾ എന്ന് നിങ്ങൾക്കറിയാം. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ സഹകരണ സംഘങ്ങളെ നടത്തിപ്പിനായിട്ട് ഉണ്ടാക്കിയ നിയമങ്ങളുടെ ഒരു ഭാഗത്തെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ അങ്ങനെ 110 സെക്ഷൻ ഉണ്ട് സഹകരണത്തിന്, സഹകരണ നിയമത്തിന്. 69 ആണ് സഹകരണ നിയമം കേരളത്തിൽ നിലവിൽ വരുന്നത്. ഡേറ്റ് പറയുകയാണെങ്കിൽ 15/5/1969. അതുപോലെ തന്നെ സെക്ഷൻ 110 സെക്ഷൻ, അതുപോലെ തന്നെ 201 റൂളും ഉണ്ട്. റൂൾ എന്തിനു വേണ്ടിയാണ്? സെക്ഷൻ നിയമസഭ ഉണ്ടാക്കുന്നതാണ്, നിയമമാണ്. ആ നിയമം ഒന്നും കൂടി എങ്ങനെ നിയമം കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറയുന്നതാണ് റൂള്. റൂള് നിർമ്മിക്കാനുള്ള അവകാശം ആർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സെക്ഷനിലൂടെ 109ാമത്തെ സെക്ഷനിലൂടെ പവർ ടു മേക്ക് റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഇതിൽ നിയമം ഉണ്ടാക്കാമെന്ന് പറയും. റൂൾ ഉണ്ടാക്കാം, ചട്ടം ഉണ്ടാക്കാം. ചട്ടം ഉണ്ടാക്കുന്നത് ആരാന്ന് വെച്ചാൽ ഗവൺമെൻറ്റാണ്, കേരള ഗവൺമെൻറ്റാണ്. അങ്ങനെ 201 ചട്ടമുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ആ 110 സെക്ഷനും 201 ചട്ടവും വരുമ്പോൾ അതിലെ 1 മുതൽ 8 വരെ നമ്മളിപ്പം പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തതാണ് സെക്ഷൻ 2 ആണ് നിർവചനം. ഇത് നമുക്ക് ഞാൻ റൂൾ 15 സഹകരണത്തിൻ്റെ നട്ടലാണെന്ന് പറഞ്ഞ പോലെ ചട്ടം 2 റൂൾ 2 ഇതിൻ്റെ വാരിയല്ലുകളാണ്. സഹകരണ സംഘത്തിനെ, നമ്മളെ ഹൃദയത്തെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാരിയല്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ പോർഷൻ ഹൃദയമാണ്. ആ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വാരിയല്. ആ വാരിയലിൻ്റെ റോളാണ് നമുക്ക് ആക്ടിനും റൂളിനും ഉള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ സഹകരണത്തിൻ്റെ സംവിധാനം കടക്കാൻ പാടില്ല. കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പോകും, മുതലാളിത്തത്തിലേക്ക് പോകും. അത് തടയിടാൻ വേണ്ടിയാണ് നമ്മൾ ആക്ട് ഉണ്ടാക്കി വെച്ചത്, അതുപോലെ തന്നെ റൂളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു റിപ്സിൻ്റെ റോള് നമ്മുടെ ആക്ടും റൂളും ഇവിടെ വഹിക്കുന്നുണ്ട്. സഹകരണ സംവിധാനം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പ്രവർത്തിക്കണം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനാണ്. അന്നേരം ഏതെല്ലാം പ്രധാനപ്പെട്ട നിർവചനങ്ങൾ? സെക്ഷൻ 2 ആണ് ഡെഫിനിഷൻസ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്. സെക്ഷൻ 2 ആണ് നിർവചനങ്ങൾ. ആ നിർവചനങ്ങളിൽ വരുമ്പോൾ ആ ഭാഗം മുഴുവൻ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ സഹകരണത്തിൻ്റെ നല്ലൊരു ആശയം നമ്മളിലുണ്ടാവും. എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കും. ഇതൊരു 6 പേജുണ്ട്. 6 പേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അത് കിട്ടുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ നോക്കുക, എന്താണ് മാഷ് പറഞ്ഞ കാര്യം, ഡെഫിനിഷൻ, നിർവചനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഇവിടെ തുടങ്ങാം. നിർവചനങ്ങൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമായിട്ട് അതിൽ കുറേ സെക്ഷൻ 2 ABCD എന്നുള്ള സബ് സെക്ഷൻസ്, അതുപോലെ റൂളിനും സബ് റൂൾസ്, ഇങ്ങനെ പിന്നെ സബ് ടൈറ്റിൽസ് വരും. പിന്നെ നിർവചനത്തിൽ സെക്ഷൻ 2 സബ് ടൈറ്റിൽ വരും. ആ ടൈറ്റിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൽഫബറ്റ് ഓർഡറിലാണ്.
എ കഴിഞ്ഞാൽ ബി വരണം, ബി കഴിഞ്ഞാൽ സി വരണം, സി കഴിഞ്ഞാൽ ഡി വരണം. ഈ ഓർഡറിലാണ്. അന്നേരം അത് മനസ്സിലാക്കി വെച്ചാൽ പരീക്ഷ അവിടെ നിന്ന് ഒരു സംശയം വരുമ്പോൾ നമുക്ക് ഇത് ഇന്ന നമ്പറായിരിക്കും എന്ന് മനസ്സിലാവും. ഈ ഓർഡറിലാണ് നമ്മളെ നിർവചനം 2-ലെ നിർവചനം പോകുന്നത്. അതുപോലെ തന്നെ നിർവചനത്തിലെ 2-ലെ നിർവചനം, അതുപോലെ തന്നെ ഈ റൂൾ 2-ലെ നിർവചനം വരുന്നത്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ആണ്. അത് തന്നെയാണ് റൂൾ 1ഉം. സെക്ഷൻ 2 നിർവചനമാണ്, അത് തന്നെ റൂൾ 2ഉം നിർവചനം തന്നെയാണ്. അന്നേരം ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്ന ക്ലാസ് നിർവചനങ്ങളാണ്. അത് മിക്കവാറും ഇന്ന് തീർക്കാൻ നോക്കണം. ആക്ട് ആണെങ്കിൽ ആക്ടെങ്കിലും എടുത്ത് നമുക്ക് തീർക്കാം നോക്കാം. അത്ര എളുപ്പമല്ല, കുറേ കാര്യം പറയാനുണ്ട്. സെക്ഷൻ 2-ല് ആൽഫബറ്റ് ഓർഡറിലാണ് അതിൻ്റെ സബ് ടൈറ്റിൽ പോകുന്നതെന്ന് പറഞ്ഞില്ലേ. അന്നേരം ആദ്യം എ ആണ് വരുന്നത്. സെക്ഷൻ 2A അതെന്താണെന്ന് വെച്ചാൽ എപ്പെക്സ് സൊസൈറ്റിയാണ്. സെക്ഷൻ 2A എപ്പെക്സ് സൊസൈറ്റിയാണ്. എന്താണ് എപ്പെക്സ് സൊസൈറ്റി? എപ്പെക്സ് സൊസൈറ്റി എന്താണെന്ന് പറയുമ്പോൾ എപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി have the whole of the state as its area of operation and having as its members only other societies with similar objects and declared as such by registrar. എന്താണ് എപ്പെക്സ് സൊസൈറ്റി? 3 കാര്യമാണ് എപ്പെക്സ് സൊസൈറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, വിച്ച് കണ്ടീഷൻ അബൌട്ട് ദ എപ്പെക്സ് സൊസൈറ്റി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോളോയിങ്? താഴെ പറയുന്നതിൽ എപ്പെക്സ് സൊസൈറ്റിയുടെ കണ്ടീഷനിൽ പെടാതെ ചെയ്ത്. അങ്ങനെയാണ് PSC ഇപ്പം പരീക്ഷ ചോദിക്കുന്നത്. അന്നേരം കണ്ടീഷൻസ് എന്തെല്ലാം നോക്കുക. എന്താണ് എപ്പെക്സ് സൊസൈറ്റി? 3 കാര്യം എപ്പെക്സ് സൊസൈറ്റിയുടെ കണ്ടീഷൻ പറയുന്നുണ്ട്. എപ്പെക്സ് സംഘം എന്നാൽ ഒരേ ഉദ്ദേശമുള്ള സംഘങ്ങൾ മാത്രം അംഗമായുള്ളതും, ഒരേ ഉദ്ദേശമായിരിക്കണം. അതിൽ ആര് മാത്രമേ അംഗമാവും? സംഘം മാത്രമേ, മെമ്പേഴ്സ് അതിൽ അംഗമാവില്ല. എപ്പെക്സിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എപ്പെക്സ് ആണ്. അതിലൊരിക്കലും ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് കൊടുക്കില്ല. എല്ലാം സാധാരണ സംഘങ്ങളായിരിക്കും മെമ്പർ. ഒരേ സ്വഭാവമുള്ളവരായിരിക്കും. ക്രെഡിറ്റ് ആണെങ്കിൽ എല്ലാം ക്രെഡിറ്റ് സൊസൈറ്റി ആയിരിക്കും. ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സംഘത്തിനാണ് അംഗത്വം കൊടുക്കുക. അതിന് അല്ലെങ്കിൽ സാധാരണ സംഘമാണെങ്കിൽ സംഘത്തിൻ്റെ ക്രെഡിറ്റ് നോൺ ക്രെഡിറ്റ് എന്നെല്ലാം പറഞ്ഞ് തിരിച്ചിട്ടുള്ള അതേ സ്വഭാവമുള്ള സംഘങ്ങളെ മാത്രമേ എപ്പെക്സിൽ അംഗമാക്കാൻ പറ്റും. ഒരേ ഉദ്ദേശം, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം, എപ്പെക്സിൻ്റെ ഉദ്ദേശം തന്നെയായിരിക്കും പ്രൈമറികളുടെ ഉദ്ദേശം. സംഘങ്ങൾ മാത്രം അംഗമായുള്ളതും സംസ്ഥാനം മുഴുവൻ പ്രവർത്തന പരിധിയുള്ളതും. രണ്ടാമത്തെ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരേ ഉദ്ദേശമുള്ളതായിരിക്കണം. എപ്പെക്സ് സംഘങ്ങളുടെ ഒരു എപ്പെക്സ് ബോഡി ആയിരിക്കും എപ്പെക്സ് സംഘം. ഒരേ ഉദ്ദേശത്തോടു കൂടി ഉള്ളവരായിരിക്കണം അംഗമായിട്ടുള്ളതും. അതിൻ്റെ ഏരിയ എന്തായിരിക്കണം? സംസ്ഥാനം മുഴുവൻ. രണ്ടാമത്തെ കണ്ടീഷനാണ്. മുഴുവൻ പ്രവർത്തന പരിധിയുള്ളതും. സ്റ്റേറ്റ് മുഴുവൻ അതിൻ്റെ പ്രവർത്തന പരിധിയിൽ വരണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ എപ്പെക്സ് സൊസൈറ്റി എന്ന് ആര് പറഞ്ഞിരിക്കണം? രജിസ്ട്രാർ പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ സംഘം എന്നർത്ഥമാവുന്നു. അന്നേരം ബൈഹർട്ടാക്കി വെക്കുക. സ്ക്രീൻഷോട്ട് വന്നു കഴിഞ്ഞാൽ വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദ്യം 2-ല് ആൽഫബറ്റ് ഓർഡറിൽ സബ് ടൈറ്റിൽ A ആണ് വരുന്നത്. 2A എപ്പെക്സ് സംഘം. എപ്പെക്സ് സംഘം എന്നാൽ ഒരേ ഉദ്ദേശമുള്ളതും ഉള്ള സംഘങ്ങൾ മാത്രം അംഗമായുള്ളതും. അതിൽ ആരെല്ലാം അംഗം ഉണ്ടാവുക? സംഘങ്ങൾ മാത്രം. അത് ഒരേ ഉള്ള സംഘങ്ങളായിരിക്കണം. അതിൻ്റെ ഏരിയ കേരള സ്റ്റേറ്റ് മുഴുവനായിരിക്കണം. സംസ്ഥാനം മുഴുവൻ പ്രവർത്തന പരിധിയുള്ളതായിരിക്കണം. ഇതൊരു എപ്പെക്സ് സംഘമാണെന്ന് ആര് പറയണം? രജിസ്ട്രാർ പറഞ്ഞിരിക്കണം. ഇതാണ് എപ്പെക്സ് സൊസൈറ്റി. ഈസി അല്ലേ? സെക്ഷൻ 2A. ഇനി A കഴിഞ്ഞാൽ എന്താ വരിക? B അല്ലേ? അല്ലെ B അല്ല, AA വരുന്നുണ്ട്. അത് അമെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് A-ൽ AA വരുന്നത്. പിന്നീട് 2013 അമെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ നിർവചനത്തിൽ പെടുത്തി കൊടുക്കുകയാണ്. സെക്ഷൻ 2AA. A എപ്പെക്സ് സംഘമല്ലേ? AA മാറി. AA എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 2AA. എന്താണ് AA? 2013 വന്നാണ്. അസിസ്റ്റഡ് സൊസൈറ്റി എന്നാൽ എന്താണെന്ന് പറയുന്നത്. A എന്നാന്ന് വെച്ചാൽ എപ്പെക്സ് സൊസൈറ്റി. B AA. 2AA അസിസ്റ്റഡ് സംഘങ്ങൾ. അസിസ്റ്റഡ് സൊസൈറ്റി means a cooperative society which have received the government assistance in the form of share capital, loan, grant or any other financial assistance or any guarantee by government or from boards constituted by the government for repayment of loans, interest or deposits.
ഇതാണ് അസിസ്റ്റഡ് സൊസൈറ്റി. 2013 അസിസ്റ്റഡ് സൊസൈറ്റി എന്നുള്ള ഒരു ടേം വരുന്നത്. അതുകൊണ്ട് സെക്ഷൻ 2 ആണ്. ഒന്നും കൂടി നോക്കുക. അസിസ്റ്റഡ് സംഘം, സഹായക സംഘം എന്ന് പറയും. അസിസ്റ്റഡ് സൊസൈറ്റി എന്നാൽ ഓഹരി, വായ്പ, ഗ്രാൻഡ് അഥവാ മറ്റേതെങ്കിലും സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതോ, അതല്ല സഹായക അംഗം അസിസ്റ്റഡ് സൊസൈറ്റി. അതിന് ഗവൺമെന്റിൽ നിന്നും എന്തെല്ലാം സഹായങ്ങൾ ലഭിക്കാം? ഗവൺമെന്റ് ഷെയർ എടുക്കാം, ഗവൺമെന്റ് വായ്പ കൊടുക്കാം, ഗവൺമെന്റ് ഗ്രാൻഡ് കൊടുക്കാം, മറ്റേതെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കാം ലഭിച്ചിട്ടുള്ളതോ, അഥവാ സർക്കാരോ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളോ വായ്പ തിരിച്ചടവ്, പലിശ അഥവാ നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി നിന്നിട്ടുള്ളതോ ആയ സംഘം. അതുപോലെ തന്നെ ഏതെങ്കിലും സർക്കാരോ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളോ വായ്പ തിരിച്ചടവ്, പലിശ അഥവാ നിക്ഷേപങ്ങൾക്ക് ഏതെങ്കിലും ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ആ സംഘവും അസിസ്റ്റഡ് സൊസൈറ്റി ആയിരിക്കും. എന്തുകൊണ്ട്? ഈ സംഘം ഒരു ബാങ്ക് ലോൺ എടുക്കുമ്പോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ LIC ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളായിരിക്കണം. ആ സർക്കാർ സ്ഥാപനമോ ബോർഡോ, സർക്കാരിന്റെ ബോർഡോ, LIC വരുന്നില്ല, ബോർഡോ വായ്പ തിരിച്ചടവ്, പലിശ അഥവാ നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ, ആ ഗ്യാരണ്ടീൻ്റെ മുകളിലാണ് ഇപ്പോൾ ഒരു ബാങ്ക് വായ്പ എടുക്കുകയാണ്. വായ്പ കൊടുക്കുമ്പോൾ ആ വായ്പക്ക് ഗവൺമെന്റ് ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് അസിസ്റ്റഡ് സൊസൈറ്റിയാണ്. ക്ലിയർ അല്ലേ? എന്നാൽ എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റി? 2013 ചേർത്ത് കൊടുത്താണ്. സെക്ഷൻ 2 ആണ്. അസിസ്റ്റഡ് സൊസൈറ്റി എന്നാൽ ഓഹരി, വായ്പ, ഗ്രാൻഡ് അഥവാ മറ്റേതെങ്കിലും സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളതോ, അഥവാ സർക്കാരോ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളോ വായ്പ തിരിച്ചടവ്, പലിശ അഥവാ നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി നിന്നിട്ടുള്ളതോ ആയ സംഘം എന്നർത്ഥമാവുന്നു. ഏതെങ്കിലും വായ്പക്ക് ഗവൺമെന്റോ സർക്കാരിന്റെ ബോർഡോ, ഇലക്ട്രിസിറ്റി ബോർഡോ ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ആ സംഘവും എന്തിൽ വരും? അസിസ്റ്റഡ് സൊസൈറ്റി എന്ന ലിസ്റ്റിൽ വരും. ഗവൺമെന്റ് നേരിട്ടുള്ളത് ഓഹരി ഗവൺമെന്റ് ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് ഗ്രാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏതെങ്കിലും ബോർഡ് ആ ബോർഡ് ഈ സംഘത്തിന് വായ്പ ലഭിക്കുന്നതിന് വേണ്ടി ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ സംഘം അസിസ്റ്റഡ് സൊസൈറ്റിയാണ്. സെക്ഷൻ 2A. അന്നേരം ഇവിടുന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഇപ്പോൾ 2013 ഭേദഗതി നിയമപ്രകാരം അസിസ്റ്റഡ് സംഘങ്ങളുടെ ഭരണസമിതി ഒരു തെറ്റ് കാണിച്ചെങ്കിൽ ആ ഭരണസമിതിയെ സൂപ്പർസീഡ് ചെയ്യാൻ സെക്ഷൻ 32 പ്രകാരം സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. സൂപ്പർ സെഷൻ ഓഫ് ദ കമ്മിറ്റി 32 സെക്ഷൻ 32 സൂപ്പർ സെഷൻ ഓഫ് ദ കമ്മിറ്റി. അന്നേരം അസിസ്റ്റഡ് സൊസൈറ്റി അല്ലെങ്കിൽ ആ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ രജിസ്ട്രാർക്ക് അധികാരമില്ല. ഒന്നുകൂടി പറയാം. അസിസ്റ്റഡ് സംഘങ്ങൾ എന്തെങ്കിലും വീഴ്ച അതിന്റെ കമ്മിറ്റി ഭരണത്തിൽ പെടുത്തിയെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ, എല്ലാ അന്വേഷണത്തിൻ്റെയും അത് യുക്തി മനസ്സിലാക്കിയിട്ട് ഇത് വീഴ്ച തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. അസിസ്റ്റന്റ് സംഘങ്ങളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അസിസ്റ്റൻസും വാങ്ങാതെ ഒരു സഹകരണ സംഘമാണെന്ന് വെച്ചോ, നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾ, വായ്പ വാങ്ങിച്ചിട്ടില്ല, ഗ്യാരണ്ടി നിന്നിട്ടില്ല, ഷെയർ ഇല്ല, ഗ്രാൻഡ് വാങ്ങിച്ചിട്ടില്ല, അങ്ങനെ ഒരു അസിസ്റ്റൻസും അവർ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംഘത്തിന്റെ ഭരണസമിതിയെ പിരിച്ചുവിടാൻ രജിസ്ട്രാർക്ക് അധികാരമില്ല. ഓർമ്മിച്ച് നോക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരാം. അന്നേരം സെക്ഷൻ 2A ആണ്. ഏതാണ്? അസിസ്റ്റഡ് സൊസൈറ്റി. അടുത്ത സെക്ഷൻ 2. ഇനി ആൽഫബറ്റ് ഓർഡറിലേക്ക് A കഴിഞ്ഞു, ബിയിലേക്ക് വന്നു. ബിയിലേക്കല്ല AB-യിലേക്ക് വന്നു. അത് അമെൻഡ് ചെയ്താണ്, 2013 വന്നാണ്. സെക്ഷൻ 2AB. ആൽഫബറ്റ് എയിൽ തന്നെ നിൽക്കുന്നുള്ളത്. A അപെക്സ് സംഘം, AA അസിസ്റ്റഡ് സൊസൈറ്റി, 2AB. AB എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് അമെൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യം ചേർത്തുകൊണ്ടാണ് അതിൽ B എന്ന് ചേർത്തോട്ട് 2AB. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങളുടെ
അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യൽ. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഓഡിറ്റ് എന്താണെന്ന് പറയാം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ബോർഡിന് ചോദിച്ചിട്ടുണ്ട് ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ്. അന്നേരം ഇത് നിർവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സെക്ഷൻ 2AB. അന്നേരം ഈ ക്ലാസ് കഴിയുമ്പോഴേക്കാണ് നിങ്ങൾക്ക് ഇത് തറവായിരിക്കണം. ഇതിലെ നിർവചനങ്ങൾ ഓർമ്മിക്കാം. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അന്നേരം ഈ ഓഡിയോ നിങ്ങൾ 3 or 4 പ്രാവശ്യം കേൾക്കുക. സ്ക്രീൻഷോട്ട് നമ്മളിത് അയച്ചു കഴിഞ്ഞാൽ അതും വെച്ച് പഠിക്കുക. അന്നേരം ആ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് പരീക്ഷ കൃത്യമായിട്ട് പോയിട്ട് നമുക്ക് പരീക്ഷയിൽ 60 മേലെ മാർക്ക്, 63 മാർക്ക്, 64 മാർക്കായാലും നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം 80. അന്നേരം സെക്ഷൻ 2AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എന്താണ്? എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, overdue debts if any, maintenance of books of accounts, documents and other records of a business, preparation of the audit report, and includes an inquiry into the affairs of the society and subsidiary institutions in according to ascertain the correctness of the accounts and the extent to which its activities were useful in promoting the economic welfare of the members in accordance with the cooperative principles. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റിൻ്റെ പർപ്പസ് അവിടെ വന്നു. അത് അങ്ങോട്ട് സെക്ഷൻ 64 പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. ഇവിടെ എന്താണ് ഓഡിറ്റിൽ പറയുന്നത്? സെക്ഷൻ 2 നിർവചനത്തിൽ ഓഡിറ്റ് പറയുന്നത് AB-ൽ 2AB പറയുന്നത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എന്താണ്? എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അല്ലേ? സഹകരണ സംഘത്തിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ക്ലോസ് എക്സാമിനേഷനാണ്. അതുകൊണ്ട് ഒരു ഓഡിറ്ററുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വൗച്ചിങ് ആണ്. ആദ്യത്തെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ക്യാഷ് വെരിഫിക്കേഷൻ ആണ്. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. അന്നേരം എക്സാമിനേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അത് മനസ്സിലാക്കണമെങ്കിൽ അവിടെയുള്ള ക്യാഷ് എത്രയുണ്ടെന്ന് പരിശോധിക്കണം, അവിടെയുള്ള എല്ലാ വൗച്ചറും പരിശോധിക്കണം, എല്ലാ റെസീറ്റും പരിശോധിക്കണം. ആ പരിശോധനയ്ക്കാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയാം. ഓവർഡ്യൂ ഡെറ്റ്, ഓവർഡ്യൂ ആയിട്ടുള്ള എത്ര കടമുണ്ട് അതെല്ലാം പരിശോധിക്കണം ഉണ്ടെങ്കിലാണ്. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, സംഘത്തിൽ എന്തെല്ലാം പുസ്തകങ്ങളുണ്ട് അത് വേറെ ഒബ്ജക്റ്റീവ് ചോദ്യമാണ്. ഓരോ ബുക്സ് എത്ര കാലം കീപ്പ് ചെയ്യണം അതെല്ലാം പഠിക്കും നിങ്ങൾ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് എല്ലാ രേഖകളും കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ, ആൻഡ് അതർ റെക്കോർഡ്സ് എല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. പ്രിപ്പറേഷൻ ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്, പ്രിപ്പയർ ചെയ്യാൻ ഓഡിറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ആൻഡ് ഇൻക്ലൂഡ്സ് ആൻ ഇൻക്വയറി ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അതിൻ്റെ പുറമെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി ഓഡിറ്റർ നടത്തുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഒബ്ജക്റ്റീവ് ചോദ്യം ചോദിക്കാറുണ്ട്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് മിയർലി ആൻ ഫിനാൻഷ്യൽ ഓഡിറ്റ് ബട്ട് ഓൾസോ എ ഡാഷ് ഓഡിറ്റ്. അതിൻ്റെ ആൻസർ ബട്ട് ഓൾസോ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. സാറിന് ഓഡിറ്റ് ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും കൂടിയാണ്. ഇത് നിർവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഇൻക്ലൂഡ്സ് ആൻ ഇൻക്വയറി ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ സംഘത്തിന് ബ്രാഞ്ചസ് ഉണ്ടാവും, അല്ലെ വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാവും. റബ്കോ ഹവാട്ട് കമ്പനി ഉണ്ട്, അവിടെയെല്ലാം പരിശോധിക്കാം. ഒരു സംഘമാണെങ്കിൽ അതിൻ്റെ വളടിപ്പ് ഉണ്ടാവും, ആ വളടിപ്പിലെ കണക്ക് പരിശോധിക്കണം, സ്റ്റോക്ക് പരിശോധിക്കണം. ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഇൻക്ലൂഡ് ആൻ ഇൻക്വയറി ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഓർഡർ ടു അസർട്ടൈൻ. എന്തിനു വേണ്ടിയാണ്? ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ആൻഡ് ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്, ആ ടേംസിൽ ഓർമ്മിക്കണം. ഓഡിറ്റർ ഡ്യൂട്ടി എന്താണ്? അസർട്ടൈൻ ദി പൊസിഷൻ, അസറ്റും ലയബിലിറ്റിയും ഉറപ്പുവരുത്തുക. ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ദ അക്കൗണ്ട്, അവിടെ അക്കൗണ്ടൻ്റ് ഉണ്ടാവും, ചീഫ് അക്കൗണ്ടൻ്റ് ഉണ്ട്, ധാരാളം ക്ലർക്കുമാരുണ്ടാവും, ഇൻറ്റേർണൽ ചെക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻറ്റേർണൽ ഓഡിറ്റർ ഉണ്ടാവും. ഇവരെല്ലാം തയ്യാറാക്കി വെച്ച സാധന അക്കൗണ്ട്സ് കറക്റ്റാണെന്ന് പരിശോധിക്കുക. accounts and the extent to which its activities were useful in promoting the economic welfare of the members in accordance with the cooperative principle. സഹകരണത്തിൻ്റെ പട്ടികയുണ്ട് സഹകരണ നിയമത്തിൽ. നമ്മുടെ സഹകരണ നിയമമല്ല, 110 സെക്ഷൻ 201 റൂളും ഇല്ലേ, അതിൻ്റെ പുറമെ അതിലെ 3 പട്ടികയുണ്ട്. പട്ടിക ഷെഡ്യൂൾ 1 സെൻട്രൽ ആൻഡ് അപ്പെക്സ് സൊസൈറ്റിയുടെ പട്ടികയാണ്. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, 7 സഹകരണ തത്വങ്ങൾ. ഷെഡ്യൂൾ 3
അത് നമ്മളെ നമ്മളെ ടൈം ലിമിറ്റ് ഫോർ ഫോർ ഫയലിംഗ് ഡിസ്പ്യൂട്ടിൻ്റെ മുകളിൽ അപ്പീലെല്ലാം കൊടുക്കുന്ന ടൈം ലിമിറ്റ് പറയുന്നതാണ് മൂന്നാമത്തെ പട്ടിക. അന്നേരം അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പറയും. 3 പട്ടികകളുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കാം. അന്നേരം ഇവിടെ എന്താണർത്ഥം? സഹകരണ തത്വത്തിൽ പട്ടിക 2-ൽ പറഞ്ഞിരിക്കുന്ന സഹകരണ തത്വത്തിൽ പറഞ്ഞിരിക്കുന്ന വെൽഫെയർ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യം സംഘം എത്രമാത്രം ചെയ്തിട്ടുണ്ട് എന്നും കൂടി ഓഡിറ്റർ പരിശോധിക്കണം. എന്തിനു വേണ്ടിയാണ് സംഘം ഉണ്ടാക്കിയത്? വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലേ? എക്കണോമിക് വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് കഴിഞ്ഞ ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. എക്കണോമിക് വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ദ പബ്ലിക്. അതിന് സാധാരണ തത്വങ്ങളിൽ അത് പറയുന്നുണ്ട്. ആ തത്വങ്ങളിൽ പറയുന്നത് ആ വെൽഫെയർ കാര്യക്ഷമമായിട്ട് നിറവേറ്റുന്നതിൽ സംഘം എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നുകൂടി ഓഡിറ്റർ പരിശോധിക്കണം. എന്നിട്ട് ഓഡിറ്റർ അതിന് മാർക്കിടുന്നുണ്ട്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പറയും. അന്നേരം എന്താണ് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? എന്താണ് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? സെക്ഷൻ 2AB ആണ്. എന്നാൽ സഹകരണ തത്വങ്ങൾക്ക് വിധേയമായി അംഗങ്ങളുടെ സാമ്പത്തിക പരിപോഷണത്തിന് സംഘത്തിന്റെ പ്രവർത്തനം എത്രമാത്രം പ്രയോജനകരമായിട്ടുണ്ടെന്നും സംഘത്തിന്റെയും സബ്സിഡറി സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്നതിന് സമഗ്രമായ അന്വേഷണം ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുകളുടെ കാലാവധി കഴിഞ്ഞ കടങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അവയുടെയും വ്യാപാരത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ, പ്രമാണങ്ങൾ, മറ്റു രേഖകളുടെയും പരിശോധന എന്നർത്ഥമാവുന്നു. അന്നേരം ഓഡിറ്റർ ഇതെല്ലാം പരിശോധിച്ച് അസൈൻ ചെയ്യലാണ്, ഉറപ്പുവരുത്തലാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. അവസാനം അദ്ദേഹം എന്തുണ്ടാക്കുന്നു? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. ഇവർ പറഞ്ഞെല്ലാം കറക്റ്റാണ്, അല്ലെങ്കിൽ ഇന്ന മിസ്റ്റേക്ക് ഉണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ അസറ്റ് ഇത്രയാണ്, അവിടുത്തെ ലയബിലിറ്റി ഇത്രയാണ് എന്ന് അദ്ദേഹം അസർട്ടൈൻ ചെയ്യണം, ഉറപ്പുവരുത്തുകയാണ്. അതാണ് ഓഡിറ്ററുടെ ഉത്തരവാദിത്തം. സെക്ഷൻ 2AB ആണ്. ഇനി അങ്ങോട്ടുള്ള മറ്റ് സെക്ഷനല്ല 64 പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് മനസ്സിലാവും. പക്ഷേ സെക്ഷൻ 2AB-യിലാണ് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 2B എന്താണെന്ന് വെച്ചാൽ ഇനി ആൽഫബറ്റ് ഓർഡറിലേക്ക് വന്നു. എ കഴിഞ്ഞ് എന്തെല്ലാം? സെക്ഷൻ 2A എപെക്സ് സംഘം, സെക്ഷൻ 2AA അസിസ്റ്റഡ് സൊസൈറ്റി, സെക്ഷൻ 2AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന്. ഇനി അടുത്ത ആൽഫബറ്റിലേക്ക് പോവാണ്. സബ് ടൈറ്റിൽ സെക്ഷൻ 2B ആണ്. സെക്ഷൻ 2B ബൈലോ. ബി ബൈലോ ഓർമ്മിക്കാം. അല്ല പരീക്ഷ ഓടുന്ന സംശയം വരുമ്പോൾ ഈ കോഡെല്ലാം നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ബി ബൈലോ, 2B ബൈലോ. അതല്ല അരമാർക്കം നിങ്ങൾക്ക് കിട്ടുക. ബൈലോന്റെ സെക്ഷൻ ഏതാ? നിർവചിച്ചിട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2B ആണ്. ബൈലോ, ബി ബൈലോ ഓർമ്മിക്കുക. സെക്ഷൻ 2B ബൈലോ. ബൈലോ എന്നാൽ എന്താണ്? ബൈലോ സിമ്പിളാണ്. ബൈലോ എന്നാൽ സഹകരണ സംഘത്തിന്റെ കാലാകാലങ്ങളിൽ പ്രാബല്യത്തിലുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ട നിബന്ധനകൾ എന്നർത്ഥമാവുന്നു. എന്താണ് ബൈലോ? അതിലോരോ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ദ ബൈലോ ഡ്രാഫ്റ്റ് ബൈലോ ഫോർവേഡ് ബൈ ദി ചീഫ് പ്രൊമോട്ടർ. അത് ബൈലോ അല്ല, അത് ഡ്രാഫ്റ്റ് ബൈലോ ആണ്. ബൈലോ ആവണമെങ്കിൽ രജിസ്ട്രാർ അത് അപ്രൂവ് ചെയ്ത് അതിൽ ഒപ്പുവെച്ചിരിക്കണം. ബൈലോ എന്ന് നിലവിൽ വരുന്നു? അദ്ദേഹം ഒപ്പുവെച്ച തീയതി മുതൽ ബൈലോ നിലവിൽ വരുന്നു. ഇതെല്ലാം ചോദ്യമാണ്. ബൈലോ ആരാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? ബൈലോ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ സഹകരണ സംഘം രൂപീകരിക്കുന്നതിന് വേണ്ടി കൂടിച്ചേർന്ന സമിതിയാണ്, അല്ലെങ്കിൽ കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പാണ്. കരട് ബൈലോ പിന്നെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃകാ ബൈലോ ഉണ്ട്. ആ മാതൃകാ ബൈലോന്റെ അടിസ്ഥാനത്തിൽ ബൈലോ ഉണ്ടാക്കുന്നു. ബാക്കിയുള്ള കാര്യം നമ്മളിവിടെ പറയും, ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇവിടെ 2B ആണ്. 2B ബൈലോ. ബൈലോ എന്നാൽ സഹകരണ സംഘങ്ങളിൽ കാലാകാലങ്ങളിൽ പ്രാബല്യത്തിലുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ട നിബന്ധന എന്നറിയപ്പെടുന്നു. രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ സീലടിച്ചിട്ട് അയാളുടെ ഒപ്പ് വെച്ച് ഡേറ്റും വെച്ച് കഴിഞ്ഞാലാണ് രജിസ്റ്റേർഡ് ബൈലോ ആവുന്നത്. ആ രജിസ്റ്റേർഡ് ബൈലോനാണ് സെക്ഷൻ 2B എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് ബൈലോ സെക്ഷൻ 2B. ബൈലോ ഇസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഫേം. ഇപ്രാവശ്യം ബോർഡ് പരീക്ഷയ്ക്ക് 2 പരീക്ഷകൾ, അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷയ്ക്കും ക്ലർക്ക് പരീക്ഷയ്ക്കും ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ബൈലോ ആണ്. അന്നേരം ബൈലോ സെക്ഷൻ 2B ബൈലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മീൻസ് ദ രജിസ്റ്റേർഡ് ബൈലോ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. മോഡൽ ബൈലോ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. മോഡൽ ബൈലോ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ
ഇങ്ങനെയായിരിക്കണം എന്ന സ്ഥാപനത്തിൻ്റെ ബൈലോ എന്ന് നിർദ്ദേശിക്കുകയാണ്. മോഡൽ ബൈലോ നിർദ്ദേശിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ രജിസ്ട്രാറാണ്. ഈ നിർദ്ദേശം ബാങ്ക് സ്വീകരിച്ചിട്ട് അതിൽ ബൈലോയിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുന്നു. അല്ലെങ്കിൽ പുതിയ സംഘമാണെങ്കിൽ ഈ മോഡൽ ബൈലോൻ്റെ അടിസ്ഥാനത്തിൽ സംഘത്തിൻ്റെ കരട് ബൈലോ തയ്യാറാക്കി കൊടുക്കുന്നു. അത് പറയുന്നത് മോഡൽ ബൈലോ പറയുന്നത് റൂൾ 6 ആണ്. നമ്മൾ സെക്ഷൻ 2 ബൈലോ പറയുന്നത് സെക്ഷൻ 2B ആണ്. അടുത്തത് സെക്ഷൻ 2C സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഇനിയെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഗങ്ങൾ തന്നെയാണ്, എന്നാൽ മാത്രമേ ക്ലാസ് നീങ്ങുകയും ചെയ്യും. നമുക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണത്തിൽ 2 തരത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒന്ന് ഔദ്യോഗിക നേതൃത്വവും മറ്റൊന്ന് അനൗദ്യോഗിക നേതൃത്വവും. ഔദ്യോഗിക നേതൃത്വം എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ മുതൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജീവനക്കാർ ഇങ്ങോളം ശമ്പളം പറ്റുന്ന ജീവനക്കാർ, അവരാണ് ഔദ്യോഗിക നേതൃത്വം. ബാങ്കിലാണെങ്കിൽ ബാങ്കിലെ നിങ്ങളെപ്പോലുള്ള ഇപ്പം ജോലി കിട്ടുന്ന ആൾക്കാർ, സെക്രട്ടറി മുതൽ ചീഫ് എക്സിക്യൂട്ടീവ് മുതൽ താഴെ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവർ മാസ ശമ്പളത്തിന് ആണ് ആ ശമ്പളത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. അനൗദ്യോഗിക നേതൃത്വം അങ്ങനെയല്ല, അവർ സഹകാരികളുടെ സംവിധാനമാണ്. അവർ ശമ്പളത്തിലല്ല, അവർ സേവനത്തിലാണ്. കോർപ്പറേഷൻ സേവനത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ അനൗദ്യോഗിക നേതൃത്വം വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന അനൗദ്യോഗിക നേതൃത്വമാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NCUI. ടോപ്പിൽ വരുന്ന സാധാരണ വിദ്യാഭ്യാസത്തിൻ്റെ ടോപ്പിലുള്ള അനൗദ്യോഗിക നേതൃത്വം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്, എഡ്യൂക്കേറ്റ് ആൻഡ് പ്രൊപ്പഗേറ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. സഹകരണ സ്ഥാപനങ്ങളെ ഓർഗനൈസ് ചെയ്യാം, സഹകരണത്തിൻ്റെ മെമ്പർമാരെയും പബ്ലിക്കിനെയും എഡ്യൂക്കേറ്റ് ചെയ്യുക, സഹകരണത്തിൻ്റെ ആവശ്യകത അവരെ എല്ലാം അറിയിക്കുക. അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ്, സഹകരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. ഓർഗനൈസ്, എഡ്യൂക്കേറ്റ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് നോൺ ഒഫീഷ്യൽ ലീഡർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ്സ്. അഖിലേന്ത്യാ തലത്തിലുള്ള നോൺ ഒഫീഷ്യൽ ലീഡർഷിപ്പ് IC ആണ്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പഠിപ്പിക്കും നിങ്ങളെ. നമ്മളടുത്തുള്ള ഞാൻ പറഞ്ഞില്ല 12 സ്റ്റാഫ് നമ്മളെടുത്തുണ്ട്. എല്ലാത്തിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഓരോ മേഖലയിലുണ്ട്. അവരുടെ ക്ലാസ്സെല്ലാം നിങ്ങൾക്ക് കിട്ടും. അന്നേരം അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ NCI കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് തലത്തിൽ വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്, അനൗദ്യോഗിക നേതൃത്വം. അതിന് താഴെ വരുന്നതാണ് താലൂക്ക് തലത്തിൽ വരുന്നതാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അന്നേരം അതിലാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഡിഫൈൻ ചെയ്തത് സെക്ഷൻ 2C. സെക്ഷൻ 2C ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഏതാണെങ്കിലും ഈ നിർവചനത്തിൻ്റെ ഭാഗത്ത് നിന്ന് 2 മാർക്കിൻ്റെ ചോദ്യം എപ്പോഴും ചോദിക്കുന്നുണ്ട്. 2-3 ചോദ്യം ബോർഡ് പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ 2 ചോദ്യം PSC എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു രീതിയിലാണ് ചോദിക്കുക. അതിൽ സെക്ഷൻ്റെ നമ്പർ എത്രയാണ്, റൂൾ ഏതാണ്, അല്ലെങ്കിൽ നിർവചനത്തിൽ പെടാത്തത് ഏതാണ്, പെടുന്നത് ഏതാണ്, ഇത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക. എന്നാൽ ഇത് ബൈഹാർട്ടാക്കിയ ആൾക്ക് 6 പേജ് മാത്രമേ ഉള്ളൂ. സ്ക്രീൻഷോട്ട് നമ്മൾ അയച്ചു തരും. ഈ 6 പേജ് നിങ്ങൾ ബൈഹാർട്ടാക്കുക. ഈ ക്ലാസ്സും 3-4 പ്രാവശ്യം കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കായിട്ട് കിട്ടുന്നത്. PSCക്കെല്ലാം 2 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ ബോർഡ് പരീക്ഷയ്ക്കും. അന്നേരം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ മീൻസ് ഇത് വരുന്നത് സെക്ഷൻ 2C ആണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ മീൻസ് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 88. അതുണ്ടാക്കുന്നത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെക്ഷൻ 88 പ്രകാരമാണ്. 4 സർക്കിൾ പറഞ്ഞാൽ 2 സർക്കിൾ വന്നാൽ ഒരു 8 വരും, അടുത്ത 2 ഒരു 8 വരും ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ 4 സർക്കിൾ വരുന്നതാണ്. അങ്ങനെ ഒരു കോഡ് മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റില്ല. 88 4 സർക്കിൾ 4 വട്ടം വരച്ച് കഴിഞ്ഞാൽ അത് വരുന്നതാണ് 88. ആ 88 ഇത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്ഷൻ 88. അടുത്ത 2Dയിൽ വരുന്നത് 2D ഡെഫിനിഷനിൽ 2Dയിൽ വരുന്നത് സെക്ഷൻ 2D സെൻട്രൽ സൊസൈറ്റി. എന്താണ് സെൻട്രൽ സൊസൈറ്റി? സെൻട്രൽ സൊസൈറ്റിയിൽ പെടാതെ എന്നുള്ള ചോദ്യം വരിക. എന്നാൽ ഈ ഡെഫിനിഷൻ നമുക്ക് അറിയണം. സെൻട്രൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് jurisdiction over one or more revenue district but not the whole of the state as its area of operation, and having as its members only other societies and declared as such by the registrar or the government. അന്നേരം സെൻട്രൽ സൊസൈറ്റി എന്നാൽ എന്തെന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള സഹകരണത്തിലുള്ള 3 ടയർ വരാകുമ്പോൾ അതിൻ്റെ മധ്യത്തിലുള്ള സംഘത്തിനാണ് നമ്മൾ സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത്. മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് jurisdiction over one or more revenue district.
അതിന് ഒരു ജില്ലയും ഒന്നിലധികം റവന്യൂ ജില്ലയോ അതിൻ്റെ ഏരിയ ഓപ്പറേഷൻ വരാം. ബട്ട് നോട്ട് ദ ഹോൾ ഓഫ് സ്റ്റേറ്റ്. പക്ഷെ ഒരു കാരണവശാലും കേരളം മുഴുവൻ ഏരിയ ഓപ്പറേഷൻ വരാൻ പാടില്ല. കേരളം മുഴുവൻ ഏരിയ ഓപ്പറേഷൻ വരുമ്പോൾ അത് രജിസ്റ്റർ അത് എപ്പക്സ് ആണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പക്സ് ആണ്. സെൻട്രൽ സൊസൈറ്റിക്ക് ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ഏരിയ ഓപ്പറേഷൻ ഉണ്ടാവില്ല. ഒരു ജില്ലയോ ഒന്നിലധികം ജില്ലയോ പ്രവർത്തന പരിധിയാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനം മുഴുവൻ ഏരിയ ഓപ്പറേഷൻ ഇല്ലാത്ത ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റി. അതിൽ ആര് മാത്രം അംഗം ഉണ്ടാവും? ആക്ച്വൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് മറ്റ് സംഘങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ആൻഡ് ആസ് ഡിക്ലെയർഡ് ബൈ സച്ച് അത് സെൻട്രൽ സൊസൈറ്റി ആണെന്ന് ആര് പ്രഖ്യാപിക്കണം? രജിസ്ട്രാർ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. ആ പോയിന്റ് എല്ലാം നോക്കുക. രജിസ്ട്രാർക്ക് ഇത് സെൻട്രൽ സൊസൈറ്റി ആണെന്ന് പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റോ ഒന്നിലധികം റവന്യൂ ഡിസ്ട്രിക്റ്റോ ആവാം. പക്ഷേ കേരളം മുഴുവൻ അതിന്റെ ഏരിയ ഉണ്ടാവരുത്. അതുപോലെ തന്നെ അതിലെ മെമ്പേഴ്സ് ആരായിരിക്കും? മറ്റ് സംഘങ്ങളായിരിക്കും അതിലെ മെമ്പർ. ഇതാണ് സെക്ഷൻ 2D സെൻട്രൽ സൊസൈറ്റി. അടുത്ത് ചീഫ് എക്സിക്യൂട്ടീവ്. ഇതും എപ്പോഴും ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം സാധാരണ വരാറുണ്ട്. അത് DA ആണ്, ചീഫ് എക്സിക്യൂട്ടീവ്. സെക്ഷൻ 2DA ചീഫ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവ് മീൻസ് എനി എംപ്ലോയി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എംപ്ലോയി EMPLOYEE. എപ്പോഴും സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഒരുവിധം സ്ഥലത്തെല്ലാം ഈ റിലേഷൻഷിപ്പ് ബാങ്കിലെ റിലേഷൻഷിപ്പ് ചോദിക്കും. ഡബിളി വരുന്നത് മിക്കവാറും ഓണർ ആയിരിക്കില്ല, അത് ഓർമ്മിക്കുക. ഡബിളി വരുന്നത് മിക്കവാറും ഓണർ ആയിരിക്കില്ല. ഇവിടെ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ഓണർ അല്ല അവര്, അല്ലെ? ബാങ്കർ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ഓണറാണ്, OR ബാങ്കർ. ഡബിളി എന്ന് പറഞ്ഞാൽ എംപ്ലോയി. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ എംപ്ലോയ് ചെയ്യുന്ന ആള്, എംപ്ലോയർ OR ആണ്. ഇവിടെ ഡബിളി എംപ്ലോയി. അത് ഓർമ്മിച്ചാൽ ചില പരീക്ഷയിൽ നമ്മളെ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ നമുക്ക് ഈ ഉത്തരം കിട്ടും. എല്ലാത്തിലും കറക്റ്റ് അല്ല, ഒരുവിധം എല്ലാം നമുക്ക് കിട്ടും. ചീഫ് എക്സിക്യൂട്ടീവ് മീൻസ് എനി എംപ്ലോയി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ വാട്ട് എവർ ഡെസിഗ്നേഷൻ കോൾഡ് ആൻഡ് ഇൻക്ലൂഡ് ആൻ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ആൻ എംപ്ലോയി ഓഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി who discharged the function of a chief executive under the act, rule or the bylaw. സിമ്പിൾ ആണ്. അത് വരുന്നത് സെക്ഷൻ 2DA ചീഫ് എക്സിക്യൂട്ടീവ്. ആരാണ് ചീഫ് എക്സിക്യൂട്ടീവ്? സംഘത്തിലെ ഒരു ജീവനക്കാരായിരിക്കും. അയാൾ അതിൻ്റെ മറ്റ് ജീവനക്കാരെല്ലാം നിയന്ത്രിക്കുന്ന ഹെഡായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ്. അത് ഏത് ഡെസിഗ്നേഷൻ പറഞ്ഞാലും ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. മറ്റുള്ളവരെല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, ഗവൺമെന്റ് അവിടെ നിയന്ത്രിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗസ്ഥനാവാം. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരനാവാം. നിങ്ങളെല്ലാം നാളെ എംപ്ലോയി ആയി മാറുകയല്ലേ. ഇപ്പം മഹാത്മെല്ലാം പഠിച്ച 120ഓളം എംപ്ലോയീസ് നമ്മൾ വന്നു മലബാറിലെ പല ബാങ്കുകളിലും. ഇത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും ധാരാളം ഇൻസ്പെക്ടർമാർ നമ്മളിലൂടെ വരാൻ പോവാണ്. അതുപോലെ തന്നെ കാർഡ് ബാങ്ക് നമ്മൾ ക്ലാസ് നടത്താനുള്ള കാരണം അതിലുള്ള പകുതിയിലധികം കുട്ടികൾക്ക് അത് കാർഡ് ബാങ്ക് കിട്ടും ആ രീതിയിൽ. അതുകൊണ്ടാണ് അതിൽ ലാഭകരമല്ല അത്, എങ്കിൽ തന്നെ നമ്മൾ നടത്താനുള്ള കാരണം അതാണ്. നമുക്ക് ഗുഡ് വിൽ ഉണ്ടാവും. പകുതിയിലധികം അതിൽ ചേർന്ന പകുതിയിലധികം കുട്ടികൾക്ക് അത് ലഭിക്കും. അന്നേരം ആ എംപ്ലോയി ഏത് പേരിലായി കഴിഞ്ഞാലും ഗവൺമെന്റ് ഓഫ് കേരള അപ്പോയിന്റ് ചെയ്യുന്ന എംപ്ലോയിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന എംപ്ലോയിയോ, ഇനി അയാളുടെ പണി എന്തായിരിക്കും? ഹു ഡിസ്ചാർജസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. ഒരു മേലധികാരിയുടെ ഫംഗ്ഷൻ അയാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആക്ടും റൂളും ബൈലോ പ്രകാരം അയാളാണ് അതിൻ്റെ അധികാരിയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഹെഡിനെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ക്ലിയർ അല്ലേ? സെക്ഷൻ 2DA ചീഫ് എക്സിക്യൂട്ടീവ് മീൻസ് എനി എംപ്ലോയി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ വാട്ട് എവർ ഡെസിഗ്നേഷൻ കോൾഡ് ആൻഡ് ഇൻക്ലൂഡ് ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ആൻ എംപ്ലോയി ഓഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി who discharge the function of a chief executive under the act, rule or the bylaw. അന്നേരം ഇവിടെ വരുന്ന വേറൊരു ഇത് ചിലപ്പോൾ നമ്പർ ചോദിക്കാം. ചീഫ് എക്സിക്യൂട്ടീവിൽ പെടാതെ ആരാന്ന് ചോദിക്കാം. ചീഫ് എക്സിക്യൂട്ടീവിന്റെ സെക്ഷൻ ഏതാണ്? 2DA ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് വാട്ട് എവർ നെയിം ദേ ആർ കോൾഡ്, ഏതെല്ലാം പേരിൽ ചീഫ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്നു അത് ചോദിക്കാറുണ്ട് എപ്പോഴും. PSC ബോർഡും ചോദിക്കാറുണ്ട്. എന്നാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നു? സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മറ്റു ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന അതിലെ മേലധികാരിക്ക് ചീഫ് എക്സിക്യൂട്ടീവിന് പേര് സെക്രട്ടറി എന്നാണ്.
സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. പ്രൈമറിയിൽ അധികവും സെക്രട്ടറി ആയിരിക്കും. പ്രൈമറിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് MD വരുന്ന ഒരേ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ ഏതാണ്? അതാണ് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. പ്രൈമറിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടർ വരുന്ന ഒറ്റൊരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. അത് പ്രൈമറിയിൽ ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ബാക്കി എല്ലാവിടെയും സെക്രട്ടറി എന്ന് അറിയപ്പെടുന്നത്. സെൻട്രൽ സൊസൈറ്റിയിൽ മിക്കവാറും ചീഫ് എക്സിക്യൂട്ടീവ് വരുന്നത് ജനറൽ മാനേജറാണ്, GM ആണ്. എപ്പക്സ് സൊസൈറ്റിയിൽ വരുന്നത് ആരായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് വരുന്നത് മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും. എപ്പക്സ് സൊസൈറ്റിയിൽ MD ആണ്. MD മാനേജിംഗ് ഡയറക്ടറിന്റെ വേറൊരു പ്രത്യേകത എന്തുകൂടിയായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ ഭരണസമിതിയിൽ അംഗത്വം അവർക്ക് ഉണ്ടാവും. ഭരണസമിതി ഇലക്ടഡ് അല്ലാതെ ഭരണസമിതിയിൽ ബൈലോ പ്രകാരം വരുന്ന വ്യക്തിയായിരിക്കും മാനേജിംഗ് ഡയറക്ടർ. ഭരണസമിതിയിൽ അവർ മീറ്റിങ്ങിലെല്ലാം അവർക്ക് പങ്കെടുക്കാം. അന്നേരം ആ രീതിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആ ഭാഗം ഓർമ്മിക്കുക. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. സെക്ഷൻ 2DA ആണ് ചീഫ് എക്സിക്യൂട്ടീവ്. സെക്ഷൻ 2DA എന്നൊരു ഓരോ സ്ഥാപനത്തിൽ വരുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? പ്രൈമറിയിൽ MD വരുന്ന ഒരേ ഒരു സ്ഥാപനം ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അഞ്ചരക്കണ്ടി ഫാമേഴ്സ് പോലുള്ള ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അന്നേരം അടുത്ത സെക്ഷൻ 2 ഡെഫിനേഷനിൽ 2E കമ്മിറ്റിയാണ്. അതിൽ കോഡ് ഞാൻ പറഞ്ഞില്ലേ, സെക്ഷൻ 2B വരുമ്പോൾ അതിലെ കോഡ് നിങ്ങൾക്ക് ഓർമ്മിക്കാം, ബൈലോ ആണ്, ബൈലോ. സെക്ഷൻ 2E വരുമ്പോൾ കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ അവസാനത്തെ 2E വരുന്നുണ്ട്, COMMITTE കമ്മിറ്റി. അങ്ങനെ ഓർമ്മിച്ച് വെക്കാം. സെക്ഷൻ 2E കമ്മിറ്റി. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി മീൻസ് the governing body of a cooperative society by whatever name called, to which the management of the affairs of the society is entrusted. അന്നേരം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മീൻസ് ദ ഗവേണിംഗ് ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിന്റെ ഭരണസമിതിക്കാണ് കമ്മിറ്റി പറയുക. ഏത് പേരിൽ അറിയപ്പെടാനും അതിനെ അവരെന്താ ചെയ്യുന്നത്? മാനേജ്മെന്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഈസ് എൻട്രസ്റ്റഡ്. അവരിലാണ്, ഭരണസമിതിയിലാണ് മാനേജ്മെന്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എൻട്രസ്റ്റഡ്. അന്നേരം ഈ ഡെഫിനിഷൻ തന്നെ ഒരു ചോദ്യം ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം. ഏതാണ് സെക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 2 കമ്മിറ്റി 2E ആണ്. കമ്മിറ്റി അവസാനത്തെ 2E വരുന്ന കോഡ് ഓർമ്മിക്കുക, കമ്മിറ്റി. അവിടെ വേറൊരു ചോദ്യം ചെയ്യുക, ടു വിച്ച് ബോഡി ദ മാനേജ്മെന്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഈസ് എൻട്രസ്റ്റഡ്. അതിൽ ABCD ഇട്ടിട്ട് കൊടുക്കും. അന്നേരം മാനേജ്മെന്റ് നടത്തുന്നത് ആരാണ്? അത് കമ്മിറ്റിയാണ്. സംഘത്തിന്റെ ഭരണം നടത്തുന്നത് കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഭരണസമിതി എന്ന് പറയുന്നത്. അതിന്റെ വാട്ടവർ നെയിം വേറൊരു പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്മിറ്റി, ഭരണസമിതി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതെല്ലാം ഒന്ന് തന്നെയാണ്. അത് വരുന്നത് അവരിലാണ് സംഘത്തിന്റെ ഭരണം, നിർവഹണ അധികാരം, ഭരണം, ദി എഫേഴ്സ്, ഭരണത്തിന്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ഭരണസമിതിയാണ്. ഭരണം നടത്തുന്ന എക്സിക്യൂട്ടീവ് ആരാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ് ആണ് അത് ഉദ്യോഗസ്ഥന്, ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ, എക്സിക്യൂട്ടീവ്. ഇവിടെ ഭരണസമിതിയാണ് മാനേജ്മെന്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഈസ് എൻട്രസ്റ്റഡ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 2EB. ഇത് ബോർഡിന് ഈ 3 ഭാഗം, അടുത്ത ഇനി പറയുന്ന 3 ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സെക്ഷൻ ഏതാണ്? അത് സെക്ഷൻ 2EB ആണ്. നിർവചനത്തിൽ സെക്ഷൻ 2EB ആണ്. അതിന്റെ സെക്ഷൻ വേറെയാണ്. സെക്ഷൻ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. അന്നേരം സെക്ഷൻ 2EB കൺസോർഷ്യം ലെൻഡിങ് സ്കീം മീൻസ് കൺസോർഷ്യം ലെൻഡിങ് സ്കീം ഫോംഡ് അണ്ടർ സെക്ഷൻ 57C. നമ്മളെ ബൈലോ അമെൻഡ് ചെയ്തിട്ട്, ബൈലോ അല്ല, നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 69 അമെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം തുടങ്ങുന്നത്, കൺസോർഷ്യം ലെൻഡിങ് സ്കീം. കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് സൗഹൃദത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു പാർട്ട്ണറാക്കി മാറ്റുന്ന ഒരു യൂണിറ്റാക്കി മാറ്റുകയാണ്. അതിനാണ് കൺസോർഷ്യം. പഞ്ചായത്തിനെല്ലാം സഹകരണ സംഘത്തിൽ അംഗമാക്കുക, പഞ്ചായത്തുമായിട്ട് ഒരു കൺസോർഷ്യത്തിൽ ഏർപ്പെടുക. എന്നിട്ട് പഞ്ചായത്തിന്റെ അമിതമായിട്ടുള്ള ഫണ്ട് ഈ സഹകരണ സംഘത്തിലേക്ക് വരിക. പഞ്ചായത്തിന് മാർക്കറ്റ് എടുക്കാനും മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ലോൺ അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ ലെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്കീമാണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീം. മീൻസ് എന്താണ്? കൺസോർഷ്യം ലെൻഡിങ് സ്കീം ഫോംഡ് അണ്ടർ സെക്ഷൻ 57B. ഓർത്തു വെക്കണേ, കൺസോർഷ്യം ലെൻഡിങ് സ്കീം സെക്ഷൻ ഏതാണ്? ഡെഫിനിഷൻ 2EB ആണ്. അതിന്റെ സെക്ഷൻ
സെക്ഷൻ 57C ആണ്. അത് ആ ഭാഗം എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം എന്തിലെല്ലാണ് കൺസോർഷ്യം വരുന്നത്. എന്നാൽ ഇപ്പോഴേ ഇത്രയും ഓർമ്മയെ കൺസോർഷ്യം ലെൻഡിങ് സ്കീം നിർവചനത്തിൽ വരുന്ന സെക്ഷൻ 2EB ആണ്. അത് സെക്ഷനിലേക്ക് വരുമ്പോൾ സെക്ഷൻ 57C ആണ്. 57C. അടുത്ത നിർവചനത്തിൽ സെക്ഷൻ 2EC അൽഫബറ്റ് ഓർഡറിലാണ് ഇത് പോകുന്നത്. EB കഴിഞ്ഞു EC. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് മറ്റൊരു ഫണ്ടാണ്, അമെൻഡ് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് സെക്ഷൻ 2EC കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് മീൻസ് the cooperative development and welfare fund established under section 57A ആണ്. cooperative development and welfare fund means the cooperative development and welfare fund established under section 57A ആണ്. അത് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് സാധാരണത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള ഒരു വെൽഫെയർ ഫണ്ടാണ്, മെമ്പേഴ്സിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള വെൽഫെയർ ഫണ്ടാണ്. ഇത് വരുന്ന സെക്ഷൻ 57A ആണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഇതെല്ലാം ചോദിക്കുന്നതാണ്. നിങ്ങൾ ബോർഡ് പരീക്ഷ 2 കൊല്ലത്തെ പരീക്ഷ ബാക്ക് എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ചോദ്യം വന്നിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് നിർവചനം വരുമ്പോൾ സെക്ഷൻ 2EC ആണ്. സെക്ഷൻ വരുമ്പോൾ സെക്ഷൻ 57A ആണ്. ആ ഡീറ്റെയിൽഡ് ആയിട്ട് 57 എടുക്കുമ്പോൾ പറയും. സെക്ഷൻ 2ECC കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ അവിടുന്ന് എപ്പോഴും ചോദ്യം വരുന്നതാണ്. എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ മീൻസ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 69A. അന്നേരം സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 69A. അന്നേരം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ മീൻസ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ പിന്നെ കസ്റ്റമറിനുണ്ടാവുന്ന പ്രോബ്ലം അല്ലെങ്കിൽ സിറ്റിസൺ ഉണ്ടാവുന്ന പ്രോബ്ലം റെഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓംബുഡ്സ്മാനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. സാധാരണത്തിൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. കമേഴ്സ്യൽ ബാങ്കിനുള്ള RBI ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓംബുഡ്സ്മാൻ എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇവിടെ സെക്ഷൻ 2ECC പ്രകാരം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ മീൻസ് ആരാണ്? പേഴ്സൺ, ഒരാളെ പോസ്റ്റ് ചെയ്യാം, ഒന്നിലധികം ആളെ പോസ്റ്റ് ചെയ്യാം. അപ്പോയിന്റഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 69A. സെക്ഷൻ 69 സബ്സെക്ഷൻ 2 69A ആയിട്ടാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. അത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിപ്പിക്കും. ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്ന രീതി, അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം പറയും. സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. അടുത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ECCC ആണ്. സെക്ഷൻ 2ECCC കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ മീൻസ് the cooperative principle listed in schedule 2 appendix to this act. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണത്തിലെ 3 പട്ടികയുണ്ട്. അതിലെ 2ാമത്തെ പട്ടികയിൽ സാധാരണത്തിന്റെ 7 തത്വങ്ങൾ പെടുത്തിയിട്ടുണ്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ട്. ECCC എന്താണ്? മീൻസ് the cooperative principles listed in schedule 2 പട്ടിക 2 ഉൾപ്പെടുത്തിയിരിക്കുന്ന 7 സാധാരണ തത്വങ്ങൾ. റോബിൻ സാറിന് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ECCC ആണ്. സെക്ഷൻ 2ECCCയിലാണ് പട്ടിക 2 ഉൾപ്പെടുത്തിയിട്ടുള്ള സാധാരണ തത്വങ്ങൾ എന്നുള്ളതാണ് അതിൽ നിർവഹിച്ചിട്ടുള്ളത്. അടുത്ത സെക്ഷൻ 2ED. സെക്ഷൻ 2ED എന്നാണ് വെച്ചാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. അതാണ് നിങ്ങൾക്ക് പരീക്ഷ നടത്തുന്നത്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്നാൽ മീൻസ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 80B ആണ്. സെക്ഷൻ 80B പ്രകാരം അതും ചോദിക്കാം, ഏത് സെക്ഷൻ പ്രകാരമാണ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വരുന്നത്? സെക്ഷൻ 80B. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ നിർവചനം വരുന്നത് സെക്ഷൻ 2ED. എഡ്യൂക്കേഷൻ ഓർമ്മിച്ചാൽ മതി. ED കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് അല്ലെ, ബോർഡിന്റെ D ഓർമ്മിക്കുക, ബോർഡ്. ED സെക്ഷൻ 2ED കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് മീൻസ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 80B. സെക്ഷൻ 80B പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് സെക്ഷൻ 80B. ഇനി 2F വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ means a cooperative society registered or deemed to be registered under this act.
ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്ന സംഘം ഗവൺമെന്റിന് ഡിക്ലെയർ ചെയ്യാം ഈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സംഘമോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് ഈ ആക്ട് പ്രകാരം പറഞ്ഞ സംഘത്തെയാണ് പറയുന്നത് സൊസൈറ്റി ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സെക്ഷൻ 2F. സെക്ഷൻ 2G കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഭാഗമാണ്, പക്ഷേ ഇപ്പം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ. അതുകൊണ്ട് ഇത് ഞാൻ സെക്ഷൻ മാത്രം പറഞ്ഞ അല്ലെങ്കിൽ നിർവചനം മാത്രം പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ 2-3 ക്ലാസ് എടുക്കേണ്ടി വരും, എന്നാലും എല്ലാ ഭാഗവും നമുക്ക് ഓക്കെ ആവും. സെക്ഷൻ 2G കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ബാധ്യതാ സംഘം എന്നാൽ എന്ത്? മീൻസ് എ സൊസൈറ്റി ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് for the debt of the society in the event of its being winding up is limited by its member. എന്നിട്ട് അതിൽ സബ് സെക്ഷൻ 1-2 എന്ന് പറഞ്ഞിട്ടുണ്ട്. G1 G2 എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം പിന്നെയും കൊടുത്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതാ സംഘം ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ബാധ്യതയെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള സഹകരണ സംഘം. ലിമിറ്റഡ് ലയബിലിറ്റി ബാധ്യതയെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള സഹകരണ സംഘം. അവിടെ ബാധ്യതാ സംഘം വേറെയുണ്ട്, അൺലിമിറ്റഡ് ഉണ്ട്. ഇവിടെ ബാധ്യതയെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള സഹകരണ സംഘമാണ് G വരുന്നത്. ബാധ്യതാ സംഘം അത് Hലാണ് വരുന്നത്. 2Gയിൽ വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റിയെ ലിമിറ്റ് ചെയ്യാണ്. എവിടെയാണ് ലിമിറ്റ് ചെയ്യുന്നത്? ടു ദ എമൗണ്ട് if any unpaid on the share respectively held by them or to such amount as they may respectively undertake to contribute to the assets of the society. എവിടെയാണ് ലിമിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലിമിറ്റഡ് അപ് ടു ദ ഷെയർ ടേക്കൺ ബൈ ദി മെമ്പർ. ഷെയർ എടുക്കുകയാണ്, ഞാൻ ഇത്ര രൂപയുടെ ഷെയർ എടുക്കാമെന്ന് അയാൾ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെ, അയാൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി മീൻസ് എ സൊസൈറ്റി ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പർ. എപ്പോഴാണ് ലയബിലിറ്റി വരുന്നത്? അറ്റ് ദ ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീങ് വൈൻഡിങ് അപ്പ്. ഈ സംഘം പൂട്ടുമാണ് ബാധ്യതയുടെ പ്രശ്നം വരിക. എന്നാൽ ലിക്വിഡേറ്റർ പറയും, നിങ്ങൾ ഇത്ര ഒരു പേര് ഷെയർ എടുത്തിട്ടില്ലേ, ആ ഷെയർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറയും. അത് നിങ്ങൾക്ക് തിരിച്ചു തരില്ല, അയാളെ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തില്ല. അയാൾ എടുത്ത ഷെയറിൻ്റെ മുകളിൽ അവിടെ ലിമിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ Gയിൽ സബ് ക്ലോസ് 1 പറയുന്നത് ടു ദ എമൗണ്ട് ഈഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർ റെസ്പെക്റ്റീവ്ലി ഹെൽഡ് ബൈ ദം. പിന്നെ അത് അവിടെ അയാൾ എടുത്ത ഷെയറിൻ്റെ മുകളിലാണ് ലിമിറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് ടു വിച്ച് എമൗണ്ട് ആസ് ദേ മേ ബി റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി. ആ സംഘത്തിൽ അയാൾ എത്ര കോൺട്രിബ്യൂട്ട് എന്നൊന്നുകൂടി ഞാൻ അത് വിശദീകരിക്കാം, എന്നാലേ അത് മനസ്സിലാവും. അന്നേരം ലിമിറ്റഡ് അപ് ടു ദ ഷെയർ ടേക്കൺ ബൈ ദി മെമ്പറാണ് വരുന്നത്. സഹകരണ സംഘം ക്ലിപ്ത ബാധ്യതാ സംഘം എന്നാ പറയാ. സെക്ഷൻ 2G. സെക്ഷൻ 2 കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ക്ലിപ്ത ബാധ്യതാ സംഘം. ക്ലിപ്ത ബാധ്യതാ സംഘം എന്നാൽ സംഘം നിർത്തലാക്കുന്ന സന്ദർഭത്തിൽ അതിലെ അംഗങ്ങൾക്ക് സംഘത്തിന്റെ കടത്തെ സംബന്ധിച്ച് അവരവർ എടുത്തിട്ടുള്ള ഓഹരികൾ ക്രമമായി എടുക്കാത്ത തുകകളോ തുകയോ. ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മളെ ലോൺ വായ്പാ അനുപാതമുണ്ട്. ആ ലോൺ എടുക്കുമ്പോൾ അയാൾ ഇത്ര രൂപയുടെ ഷെയർ വേണമെന്നുണ്ട്, ആ എടുത്ത ഷെയർ വരെയുള്ളതാണ് അയാൾക്ക് നഷ്ടപ്പെടും. സംഘത്തിന്റെ ആസ്തി സ്വരൂപിക്കുന്നതിലേക്ക് അവരവർ ക്രമമായി നൽകാമെന്ന് ഏറ്റിട്ടുള്ള തുകയോ ബൈലോ പ്രകാരം ബാധ്യതയുള്ള സംഘം എന്നർത്ഥമാകുന്നു. അന്നേരം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക, സെക്ഷൻ 2Gയിൽ പറയുന്നത് ലിമിറ്റഡ്. എവിടെയാണ് ലിമിറ്റ് ചെയ്യുന്നത്? സംഘം പൂട്ടിപ്പോകുമാണ് ലിമിറ്റേഷൻ വരുന്നത്. അവിടെ ലിമിറ്റ് ചെയ്യുന്ന തുക അടക്കാൻ ആര് ലിക്വിഡേറ്റർ പറയുന്നത് സെക്ഷൻ 72 പ്രകാരം. ആ ലിക്വിഡേറ്റർ പറയുമ്പോൾ 72-73 അത് ആ ലിക്വിഡേറ്റർ അവിടെ ആ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? എവിടെയാണ് അയാൾ പറയുന്നത്? നിങ്ങൾ അടച്ച ഓഹരി തുക ഞാൻ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയും, സംഘത്തിന്റെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എടുത്തുള്ള ഓഹരികൾ ക്രമമായി അടക്കാത്ത തുകയും എനിക്ക് വേണമെന്ന് പറയും. എരിയറായിട്ട് അടക്കാത്ത തുകയും വേണമെന്ന് പറയാം. ഏത് ഷെയറിന്റെ മുകളിലാണ്. പിന്നെ ഓഹരികൾ ക്രമമായി അടക്കാത്ത തുകയും വേണമെന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ ഇത്ര തുക അടച്ചോളാൻ നൽകാമെന്നിട്ടുള്ള ഏറ്റിട്ടുള്ള തുക അവർ
ക്രമമായി നൽകാമെന്ന് ഏറ്റിട്ടുള്ള തുകയോ ബൈലോ പ്രകാരം ബാധ്യതയുള്ള സംഘം എന്നർത്ഥമാവുന്നു, ആ തുകയും ആവശ്യപ്പെടും. പക്ഷെ സിമ്പിളായിട്ട് പഠിക്കുമ്പം ലിമിറ്റഡ് അപ് ടു ദ ഷെയർ ടേക്കൺ ബൈ ദി മെമ്പർ. ഷെയർ എത്ര എടുത്തോ അത് ചിലപ്പോൾ ബാക്കി തുക അടക്കാണ്ട് അത് ആവശ്യപ്പെടും ഷെയറിൻ്റെ മുകളിൽ. അന്നേരം എത്ര ഷെയർ എടുത്തോ ആ ഷെയറാണ് നമ്മളെ ക്ലിപ്ത ബാധ്യത സമം. അവിടെയാണ് ലിമിറ്റ് ചെയ്യുന്നത്. അയാളെ വീട്ടിൽ വന്നിട്ട് സംഘത്തിന് 1 കോടി രൂപയുടെ നഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങളെ വലിയ വീടല്ലേ, നിങ്ങൾ കുറച്ച് പൈസ തരണമെന്നൊന്നും ആര് പറയില്ല, ലിക്വിഡേറ്റർക്ക് പറയാനുള്ള അവകാശം ഇല്ല. അതാണ് സെക്ഷൻ 2G. അടുത്തത് സെക്ഷൻ 2H ആണ്. ആൽഫബറ്റ് ഓർഡറിലാണ് വരുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരും ഇപ്പം നാളെ. സെക്ഷൻ 2H ആണ് ക്ലിപ്തരഹിത ബാധ്യതാ സംഘം. സെക്ഷൻ 2H കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. നേരത്തെ പറഞ്ഞ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ്, ലിമിറ്റ് ചെയ്യാത്ത ലയബിലിറ്റി, അനന്തമായ ലയബിലിറ്റി. എല്ലാ ലയബിലിറ്റിയും ഒരു മെമ്പറിൻ്റെ ഒരു ഗ്രൂപ്പ് മെമ്പറുടെ മേലിൽ വരാം. മീൻസ് a society, the members of which are, in the event of it being winding up, jointly and severally liable for and in respect of all its obligation and to contribute to any deficit in the assets of the society. അന്നേരം സെക്ഷൻ 2H വരുന്നത് സെക്ഷൻ 2H ക്ലിപ്തരഹിത ബാധ്യതാ സംഘം. ലയബിലിറ്റി ലിമിറ്റഡ് ഉണ്ട്, അൺലിമിറ്റഡ് ഉണ്ട്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. ജർമ്മനി മുതൽ ഇങ്ങോളം പറയാനുണ്ട്. ഇത് നിർവചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ സെക്ഷൻ 2H വരുന്ന ക്ലിപ്തരഹിത ബാധ്യതാ സംഘം. കേസസ് ആക്ട് 1969 15/1969 നിലവിൽ വന്നത് മുതൽ ഒരു സംഘവും അൺലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. ഏത് പ്രകാരം? സെക്ഷൻ 2Gയിലേ പറ്റും, സെക്ഷൻ 2Hൽ പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് സെക്ഷൻ 2H പ്രകാരമുള്ള അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയുള്ള സംഘത്തിന് അതുപോലെ നിലനിൽക്കാം വേണമെങ്കിൽ. പിന്നെ അവരുടെ ബൈലോ അമെൻഡ് ചെയ്തിട്ട് സെക്ഷൻ 2Gയിലേക്ക് വരാം, ക്ലിപ്ത ബാധ്യത ലിമിറ്റിലേക്ക് വരാം, ലിമിറ്റഡിലേക്ക്. അന്നേരം സംഘം അടച്ചുപൂട്ടുമ്പോൾ ക്ലിപ്തരഹിത ബാധ്യത സംഘം എന്നാൽ സംഘം നിർത്തലാക്കുന്ന അവസരത്തിൽ എപ്പോഴാണ്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, എപ്പോഴാണ് ലയബിലിറ്റി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്, ലയബിലിറ്റി വരുന്നത്? അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് വൈൻഡിങ് അപ്പ്, നിർത്തലാക്കുന്ന അവസരത്തിൽ സംഘത്തിൻ്റെ എല്ലാ ബാധ്യതകളും ആസ്തികളും ഉണ്ടാക്കുന്ന കുറവുകൾ കൊടുക്കാനുള്ള ഇതുണ്ടല്ലോ, സംഘം പല ആൾക്കും കൊടുക്കാനുണ്ടാവും, അതാണ് ബാധ്യത എന്ന് പറയുന്നത്. ആ കുറവുകൾ നികത്താൻ അംഗങ്ങൾ കൂട്ടായും വെവ്വേറെയായും ഒരു മെമ്പറിൻ്റെ അടുത്ത് വേണം പിടിക്കാം, അതുപോലെ തന്നെ വെവ്വേറെയായിട്ടും പിടിക്കാം, അല്ല കൂട്ടായിട്ടും പിടിക്കാം, ഗ്രൂപ്പായിട്ട് പിടിക്കാം, ഓരോരാളിൽ നിന്ന് പിടിക്കാം. അവർ ബാധ്യതപ്പെട്ടിരിക്കും ആ സംഘത്തിൽ നമ്മളെ ചേർന്നെങ്കിൽ. പക്ഷേ ഇപ്പോഴൊന്നും നമ്മൾ പേടിക്കേണ്ട. കേരളത്തിലെ സാധാരണ സംഘങ്ങൾ 69 ശേഷം നമ്മുടെ പുതിയ KCS ആക്ട് പ്രകാരം എല്ലാ സംഘങ്ങളും സെക്ഷൻ 2G പ്രകാരമാണ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ് ടു ദ ഷെയർ ടേക്കൺ ബൈ ദ മെമ്പർ എന്നുള്ളതിൽ ബാധ്യത നിജപ്പെടുത്തിയിട്ടുണ്ട്. മറ്റിടത്തിൽ അവരെന്തേ കൊടുക്കണ്ടോ അവർ നൽകാമെന്നുള്ള ഏറ്റിട്ടുള്ള തുകയിൽ ആര് പറയും? നമ്മളെ ലിക്വിഡേറ്റർ പറയും, നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടല്ലോ, ഇത്ര തുക നിങ്ങൾ നൽകാമെന്ന് ഏറ്റിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ തിരിച്ചടക്കണം എന്ന് പറയും. അത്രേ പറയും. ഷെയർ എടുത്ത വകയിൽ നിങ്ങൾ സംഘത്തിന് 1 കോടി ബാധ്യതയുണ്ട്, നിങ്ങളത് തരണം എന്നൊന്നും പറയില്ല ലിമിറ്റഡ് ആണെങ്കിൽ. എന്നാൽ അൺലിമിറ്റഡ് ആണെങ്കിൽ അങ്ങനെ പറയാം. അൺലിമിറ്റഡ് ആണെങ്കിൽ അത് നമ്മൾ കേരളത്തിൽ ഇപ്പോഴില്ല. ക്ലിപ്തരഹിത ഇപ്പം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ക്ലിപ്തരഹിത ബാധ്യതാ സംഘം എന്നാൽ സംഘം നിർത്തലാക്കുന്ന അവസരത്തിൽ സംഘത്തിൻ്റെ എല്ലാ ബാധ്യതകളും ആസ്തികളും ഉണ്ടാകുന്ന കുറവുകളും നികത്താൻ അംഗങ്ങൾ കൂട്ടായും വെവ്വേറെയും ബാധ്യമായ സംഘം എന്നർത്ഥമാവുന്നു. ബാക്കി നമ്മൾ ജർമ്മനിയിലേക്കെല്ലാം പിന്നെ പറയാം, അത് തീരുമില്ലത് നമുക്ക്. സെക്ഷൻ 2HB. സെക്ഷൻ 2HB ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. സാധാരണ ഓഡിറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് മീൻസ് the director of cooperative audit appointed under subsection 1 of section 63 and any officer to whom all or any of the powers of the director of cooperative audit may be delegated by the government by general or special order under subsection 3 of section 63. അന്നേരം DCA അപ്പോയിന്റ് ചെയ്യുന്നത്, DCയുടെ നിർവചനം സെക്ഷൻ 2HB ആണ്. DCA അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ 63 ആണ്. ഓഡിറ്റ് സെക്ഷൻ 64 ആണ്.
അതെല്ലാം പിന്നീട് നമ്മൾ പഠിച്ചെടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നവരും ധാരാളം ഉണ്ടാവും. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് മീൻസ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് appointed under subsection 1 of section 63 and any officer to whom all or any of the powers of the director of cooperative audit may be delegated by the government by general or special order under subsection 3 of section 63. അയാളുടെ അധികാരം അദ്ദേഹത്തിന്റെ കീഴ് ജീവനക്കാർ കൊടുത്താൽ അയാളും കൂടി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. നമ്മളെ സാധാരണ ഓഡിറ്റ് നടത്തുന്നത് ജില്ലയിലെ മേധാവി ജോയിന്റ് ഡയറക്ടർ ഉണ്ട്, താലൂക്കിലെ മേധാവി ജില്ലയിലെ മേധാവി ജോയിന്റ് ഡയറക്ടർ ഉണ്ട്, താലൂക്കിലെ മേധാവി താലൂക്കിൽ വരുമ്പോൾ അതിൽ നമ്മളെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്. അന്നേരം ആ രീതിയിൽ നമ്മൾ വരികയാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് AD എന്ന് പറയും. നമ്മളെ താലൂക്കിൽ AD എന്ന് പറയും, അസിസ്റ്റന്റ് ഡയറക്ടർ. അവരാണ് ഓഡിറ്റ് നടത്തുന്നത്. ജില്ലാ തലത്തിൽ വരുമ്പോൾ നമ്മളെ JD ആണ്, ജോയിന്റ് ഡയറക്ടറാണ്. ടോപ്പിൽ വരുമ്പോൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അന്നേരം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 63, 64 പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾ കുറേ ആൾക്കാർ അറിയായിരിക്കും, എങ്കിലും നമ്മളെല്ലാവരും ബിഗിനേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളെ എല്ലാ ക്ലാസ്സും എടുക്കേണ്ടതെന്ന് എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തുടക്കക്കാർ എന്നുള്ള രീതിയിൽ കൂടുതൽ പഠിച്ചവർക്ക് അത് കേട്ടുകൊണ്ടേ അവരിയ്ക്കുക. എന്നാൽ സാറിന് ഓഡിറ്റ് ഡയറക്ടർ എന്നാൽ 63-ാം വകുപ്പ് 1-ാം ഉപവകുപ്പ് പ്രകാരം നിയമിക്കപ്പെട്ടതും 63-ൽ 1 പ്രകാരമാണ് DCAനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഉപവകുപ്പ് 3 പ്രകാരം സർക്കാർ പൊതുവായോ പ്രത്യേകമായോ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ എല്ലാമോ അല്ലെങ്കിൽ ഏതെങ്കിലുമോ അധികാരങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എന്നർത്ഥമാകുന്നു. ഓക്കെ. സെക്ഷൻ 2 HB DCA. സെക്ഷൻ 2 H കഴിഞ്ഞാൽ നമ്മളെ ഇനി I ആ വരേണ്ട. HB അതിൻ്റെ amend ചെയ്തുകൊണ്ടാണ് HB എന്ന് പറയുന്നത്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതിൽ അതിരി കയറ്റി കൊടുത്താണ്. ഇനി H കഴിഞ്ഞാൽ അടുത്ത ആൽഫബറ്റ് I ആണ്. ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് മീൻസ് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ മാനേജ്മെന്റ് ഓഫ് ദ സൊസൈറ്റി capable of being the subject of litigation and includes a claim in respect of any sum payable to or by a society, whether such a claim be admitted or not. അതാണ് ഡിസ്പ്യൂട്ട്. തർക്കം എന്നാൽ സെക്ഷൻ 2 I ആണ്. തർക്കം, ഡിസ്പ്യൂട്ട്. തർക്കം എന്നാൽ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാവുക, നല്ല ആൾക്കാരാണ് അത് കണ്ടിട്ടുള്ളത്, നമ്പർ വളരെയധികം കൂടിയിട്ടുണ്ട്. തർക്കം, ഡിസ്പ്യൂട്ട്. നമ്മൾ മഹാത്മാ പ്രീ എക്സാമിനേഷൻ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിലെ തർക്കം, ഡിസ്പ്യൂട്ട് നോക്കിയാൽ മതി. ഒരു 2 മണിക്കൂർ ക്ലാസ് അതിലുണ്ട്. ഡിസ്പ്യൂട്ട് നിങ്ങൾക്ക് അത് എടുക്കുകയും ചെയ്യും. തർക്കം എന്നാൽ സംഘത്തിലെ വ്യാപാരം, ഘടന, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട വ്യവഹാരത്തിന്റെ ആസ്പദമായ അവകാശവാദം എന്നർത്ഥമാകുന്നു. ഇതിൽ സംഘത്തിന് കിട്ടാനുള്ളതോ സമ്മതിച്ചതോ അല്ലാത്തതോ ആയ തുകകൾ സംബന്ധിച്ച അവകാശവാദവും ഉൾപ്പെടുന്നു. അന്നേരം ഡിസ്പ്യൂട്ടിൽ പെടാത്തത് ഏതെന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ പഠിക്കണം. അടുത്ത വരുന്നത് ഡിസ്പ്യൂട്ടായി 2I. ഇനി 2IA, സെക്ഷൻ 2IA, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ സെൻട്രൽ സൊസൈറ്റി ഹാവിംഗ് jurisdiction over one revenue district and having as its members primary agricultural credit society and urban cooperative banks, and the principal object of which is to raise fund to the extent to its member, including nominal or associate member. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാൽ എന്തെന്ന് പറയുമ്പോൾ ഇപ്പം ജില്ലാ ബാങ്ക് മലപ്പുറം മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെ അതിൻ്റെ സെക്ഷൻ നിർവചനം നിങ്ങൾ ഓർമ്മിക്കുക. സെക്ഷൻ 2I ആണ്. ജില്ലാ സഹകരണ ബാങ്ക് എന്നാൽ ഒരു റവന്യൂ ജില്ലയിൽ കൂടുതൽ പ്രവർത്തന പരിധിയുള്ളത്. ശ്രദ്ധിക്കണേ, ഒരു റവന്യൂ ജില്ല മാത്രമല്ല, ഒരു റവന്യൂ ജില്ലയ്ക്ക് അപ്പുറം വരാം. അതിൻ്റെ നിർവചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഒരു റവന്യൂ ജില്ലയിൽ കൂടുതലോ പ്രവർത്തന പരിധിയുള്ളതും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും അർബൻ സഹകരണ ബാങ്കുകളും അംഗമായിട്ടുള്ളതും നാമമാത്രാംഗവും സഹായ അംഗങ്ങളും ഉൾപ്പെടെ അംഗങ്ങൾക്ക് വായ്പ നൽകലും. അതിൽ ആക്ച്വൽ മെമ്പേഴ്സ് ഉണ്ട്, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഉണ്ട്. മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നുണ്ട്, അവർ വീട് വെക്കാനെല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നോമിനൽ മെമ്പേഴ്സും അതിൽ മെമ്പറാണ്. ഫണ്ട് സ്വരൂപിക്കുക, അവർക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ മുഖ്യ ഉദ്ദേശമായിട്ടുള്ള കേന്ദ്ര സംഘമാണ്, സെൻട്രൽ സൊസൈറ്റിയാണ് ജില്ലാ സഹകരണ ബാങ്ക്.
അടുത്ത സെക്ഷൻ 2 IB ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതും ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 2 IB ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് അതർ കോപ്പറേറ്റീവ്സ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പർ. എന്താണ് ഫെഡറൽ സൊസൈറ്റി? ഫെഡറൽ സംഘം എന്നാൽ അത് വരുന്നത് സെക്ഷൻ 2 IB ആണ്. സെക്ഷൻ 2 IB ഫെഡറൽ സംഘം എന്നാൽ ഒന്നിൽ കൂടുതൽ ജില്ലകൾ അതിൻ്റെ പ്രവർത്തന മേഖലയിലുള്ളതും ഒന്നിൽ കൂടുതൽ ജില്ല ഏരിയ ഓപ്പറേഷൻ ഉണ്ടാവണം. മറ്റ് സഹകരണ സംഘങ്ങളും സർക്കാരും വ്യക്തികളും അതിൽ അംഗമായിട്ടുള്ളതും മറ്റ് സഹകരണ സംഘങ്ങളും സർക്കാരും വ്യക്തികളും അതിൻ്റെ അംഗമായിട്ടുള്ളതും ആയ ഒരു സംഘം എന്നർത്ഥമാവുന്നു. IB ആണ് സെക്ഷൻ 2 IB. ഫെഡറൽ സൊസൈറ്റി മീൻസ് ആസ് കോപ്പറേറ്റീവ് സൊസൈറ്റി of more than one district as its area of operation and having the government, individuals and other cooperative societies as its member. അന്നേരം ഫെഡറൽ സൊസൈറ്റിയിൽ അംഗമാവാത്തവരേത്? അന്നേരം നിർവചനം പഠിക്കണം. നിർവചനത്തിൽ അംഗമാർക്കെല്ലാവാം? അതിൻ്റെ ഏരിയ ഓപ്പറേഷൻ ഒന്നിൽ കൂടുതൽ, വൺ ഡിസ്ട്രിക്റ്റിൽ കൂടുതലാവാം, അതിൽ ഗവൺമെൻറ്റിന് അംഗമാവാം, ഇൻഡിവിജ്വൽസിന് അംഗമാവാം, സംഘങ്ങൾക്ക് അംഗമാവാം, അതിൽ മെമ്പർ ആവാം. അന്നേരം കഴിഞ്ഞ ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചു എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫെഡറൽ സൊസൈറ്റി. അത് റേഡ്കോ ആണ്. അങ്ങനെ പഠിച്ചെടുക്കണം നമ്മൾ. എന്നാൽ അതിൽ നമുക്ക് പിന്നെ മാർക്ക് സ്കോർ ചെയ്ത് ബാങ്കിൽ കയറാൻ പറ്റും. ശ്രദ്ധിക്കുക. ഫെഡറൽ സൊസൈറ്റി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പെക്സ് ആണ്. ഓർമ്മിക്കുക, നോട്ട് ചെയ്ത് വെച്ചുക. ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പെക്സ് ആണ്. ഫെഡറൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ജില്ലകളുള്ളതും ഗവൺമെൻറ് മെമ്പർ ആവാം, ഇൻഡിവിജ്വൽ മെമ്പർ ആവാം, സംഘങ്ങൾ മെമ്പർ ആയിട്ടുള്ളതുമായ സംഘങ്ങളാണ്. ഓക്കെ. ഫെഡറൽ സൊസൈറ്റി. ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പെക്സ് ആണ്. കൺസ്യൂമർ ഫെഡറേഷൻ അല്ലേ, അതിൽ എപ്പെക്സ് സൊസൈറ്റിയാണ്. കൺസ്യൂമർ ഫെഡ്, കോയർ ഫെഡ്, അങ്ങനെയുള്ള ഫെഡറേഷൻസ് ആണ്. അത് എപ്പെക്സ് ആണ്. ഇത് ഫെഡറൽ സൊസൈറ്റിയാണ്. ഓക്കെ. ജെ സെക്ഷൻ 2J ഫിനാൻസിംഗ് ബാങ്ക്. സെക്ഷൻ 2J Financing bank. Financing bank means a cooperative society having as its members only other cooperative societies and the main object of which is to raise money and lend the sum to the member. Financing bank എപ്പോഴും വേണ്ട ഒരു ടേമാണ്. ധനസഹായ ബാങ്ക്. സെക്ഷൻ 2J ആണ്. സെക്ഷൻ 2J ധനസഹായ ബാങ്ക് എന്നാൽ മറ്റു സംഘങ്ങൾ മാത്രം അംഗമായിട്ടുള്ളതും ആ ധനസഹായ ബാങ്കിൽ സംഘങ്ങൾ മാത്രമാണ് കണ്ടീഷൻ അംഗമാവേണ്ടത്. പണം സ്വരൂപിച്ച് പ്രസ്തുത തുക സംഘങ്ങൾക്ക് വായ്പ നൽകുക എന്ന പ്രധാന ഉദ്ദേശത്തോടുകൂടി. ഇവരുടെ പർപ്പസ് എന്താണ്? തുക സ്വരൂപിച്ചിട്ട് മെമ്പേഴ്സ് സംഘങ്ങൾക്ക് വായ്പ നൽകുക. കൂടിയതും സഹകരണ സംഘം എന്നർത്ഥമാകുന്നു. അങ്ങനെയുള്ള സഹകരണ സംഘത്തിനാണ് പറയാം ഫിനാൻസിംഗ് ബാങ്ക്. നമ്മൾ ഇത്രനാളും ഫിനാൻസിംഗ് ബാങ്ക് പറയുന്നതായിരുന്നു ജില്ലാ ബാങ്കാണ്. ഇപ്പം പ്രൈമറിയുടെ ഫിനാൻസിംഗ് ബാങ്ക് കേരള ബാങ്കാണ്. ഓക്കെ. അടുത്ത സെക്ഷൻ 2K. സെക്ഷൻ 2K ആണ് ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ 2 ഞാൻ പ്രഭാത ക്ലാസ്സിലെ ജനറൽ ബോഡി പൊതുയോഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 2K ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് മീൻസ് എ മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് who are entitled to vote in the affairs of the society. സിമ്പിൾ ആണ്. സെക്ഷൻ 2K പരമാധികാരം പൊതുയോഗത്തിനാണ്. സെക്ഷൻ 2K പൊതുയോഗം എന്നാൽ സംഘം കാര്യങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ അവകാശമുള്ള അംഗങ്ങളുടെ യോഗം എന്നർത്ഥമാകുന്നു. ക്ലിയർ അല്ലേ? അടുത്ത് വരുന്നത് K കഴിഞ്ഞാൽ L ആണ് വരുന്നത്. സെക്ഷൻ 2L അംഗം, മെമ്പർ. സെക്ഷൻ 2L അംഗം. അംഗം എന്നാൽ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷയിൽ ചേർന്നിട്ടുള്ള വ്യക്തിയോ ഈ നിയമത്തിനും ചട്ടങ്ങൾക്കും ബൈലോക്കും അനുസൃതമായി രജിസ്ട്രേഷന് ശേഷം അംഗത്വം ലഭിച്ചിട്ടുള്ള വ്യക്തിയോ എന്നർത്ഥമാവുന്നു. ഇതിൽ നാമമാത്ര അംഗവും സഹായ അംഗവും ഉൾപ്പെടും. അവിടെയാണ് നമ്മൾക്ക് തെറ്റിപ്പോവുക. സെക്ഷൻ 2L മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മെമ്പർ മീൻസ് എ പേഴ്സൺ ജോയിനിങ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി or a person admitted to membership after such registration in accordance with this act, rules and bylaws and included a nominal or associate member.
അന്നേരം ഇവിടെ ഒരു ചോദ്യം, നിങ്ങൾ ആരാണ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ അപേക്ഷയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് വന്ന ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ അടച്ച ആൾക്കാർ മെമ്പർ ആവുന്നു. പ്രഥമ പൊതുയോഗത്തിൽ അയാളെ മെമ്പറായി ചേർക്കും. പിന്നീട് സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് അതിനുശേഷം അവിടെ ബോർഡ് പിന്നെ മെമ്പർമാരെ ചേർത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചേർക്കുന്ന, പൈസ അടച്ചിട്ട് ചേർക്കുന്ന മെമ്പർമാരാണ് മെമ്പർമാർ. പക്ഷെ അതിൽ തെറ്റിപ്പോകുന്നൊരു ഭാഗം, ഇതിൽ മെമ്പർ എന്ന് പറഞ്ഞാൽ ആരും കൂടി ഉൾപ്പെടും. മെമ്പർ ആക്റ്റും ബൈലോവും റൂളും പ്രകാരമുള്ള മെമ്പർമാരിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ആക്ച്വൽ മെമ്പറും വരും, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറും മെമ്പറാണ്. ഏത് പ്രകാരം? സെക്ഷൻ 2L പ്രകാരം. സെക്ഷൻ 2L അത് ശ്രദ്ധിക്കാം. അടുത്ത സെക്ഷൻ 2LA. സെക്ഷൻ 2LA മിസലേനിയസ് സൊസൈറ്റീസ്, പലവക സംഘം. ആ റൂൾ 15 വരുന്നുണ്ട്, അത് ഓർമ്മിക്കുക. ഇവിടെ നിർവചനത്തിൽ വരുമ്പോൾ സെക്ഷൻ 2LA പലവക സംഘം എന്നാൽ എന്താണ്? മിസലേനിയസ് സൊസൈറ്റി മീൻസ് സച്ച് സൊസൈറ്റി ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് വിച്ച് accept deposit from their members only. Deposit from their members only. And no deposit shall be accepted from the nominal or associate member, and shall undertake business activities for the welfare of its members as per the bylaws, and shall issue loans only to members, provided that no agricultural loans or schematic loans shall be issued to the members except the loans for welfare activities. എന്താണ് മിസലേനിയസ് സൊസൈറ്റി? അത് സെക്ഷൻ 2LAയിലാണ് നിർവചനം. അതുപോലെ തന്നെ നമ്മളെ റൂൾ 15 മിസലേനിയസ് സൊസൈറ്റി വരുന്നുണ്ട്. 13 തരം സംഘം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലും മിസലേനിയസ് സംഘം എന്താണെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും എടുക്കും. സെക്ഷൻ 2LAയിൽ വരുന്നത് മിസലേനിയസ് സൊസൈറ്റി എന്നാൽ നിർണയിക്കപ്പെട്ട വിധം അംഗങ്ങളിൽ നിന്ന് മാത്രം നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അവർ ആ മെമ്പേഴ്സ്, ആക്ച്വൽ മെമ്പേഴ്സിന് മാത്രമേ നിക്ഷേപം സ്വീകരിക്കാൻ പാടുള്ളൂ. ആരെ? മിസലേനിയസ് സൊസൈറ്റി. നാമമാത്ര അഥവാ സഹായ അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതും അംഗീകരിക്കപ്പെട്ട നിബന്ധന പ്രകാരം അംഗങ്ങളെ നിക്ഷേപ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതും അംഗങ്ങൾക്ക് മാത്രം വായ്പ നൽകുന്ന സംഘം എന്നർത്ഥമാവുന്നു. അവര് നാമമാത്ര അംഗങ്ങൾ സഹായ അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാതിരിക്കണം. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിൽ നിന്നും ഒരു കാരണവശാലും അവർ സ്വീകരിക്കാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല, ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല. അവരുടെ ഡെപ്പോസിറ്റ് ആരെന്ന് സ്വീകരിക്കാൻ പാടുള്ളൂ? പലവക സംഘം മെമ്പേഴ്സിൽ നിന്ന് മാത്രം, ആക്ച്വൽ മെമ്പേഴ്സിൽ നിന്ന് മാത്രം. അതുപോലെ ലോൺ ആർക്കേ കൊടുക്കാൻ പാടുള്ളൂ? ആക്ച്വൽ മെമ്പേഴ്സിൽ നിന്നും. നിബന്ധന പ്രകാരം അംഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്തുന്ന അംഗം അവർക്ക് ലോൺ കൊടുക്കാം. പിന്നെ ഏത് ലോണ്? ഒരു കാരണവശാലും എന്ത് കൊടുക്കാൻ പാടില്ല? അഗ്രികൾച്ചർ ലോൺസ് ഓർ സ്കീമാറ്റിക് ലോൺസ് കൊടുക്കാൻ പാടില്ല. അവരുടെ എക്സെപ്റ്റ് ദ ലോൺസ് ഫോർ വെൽഫെയർ ആക്ടിവിറ്റി, അവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ലോൺ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മിസലേനിയസ് സംഘം. അന്നേരം വിച്ച് കണ്ടീഷൻ അബൌട്ട് ദ മിസലേനിയസ് സൊസൈറ്റി ഈസ് കറക്റ്റ് എന്ന് ചോദിക്കാം. അന്നേരം ഇത് തറവായിരിക്കണം. എന്തായിരിക്കണം? Miscellaneous society means such a society as may be prescribed and which accept a deposit from their members only. Actual member എന്ന് മാത്രമേ അവരെ നിക്ഷേപം സ്വീകരിക്കാൻ പാടുള്ളൂ. And no deposit shall be accepted from nominal or associate member. Nominal associate member നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല. And shall undertake business activities. എന്തിനാണ് അവർ ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തുന്നത്? വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് പെർ ബൈലോ. And shall issue loans only to members. മെമ്പറിന് മാത്രമേ അവർ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. അതിൽ പറയുന്നുണ്ട്, no agricultural loans or schematic loans shall not be, no agricultural loans or schematic loans shall be issued. അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സ്കീമാറ്റിക് ലോൺസോ അഗ്രികൾച്ചർ ലോൺസോ കൊടുക്കാൻ പാടില്ല. issued to the members except, എന്ത് കൊടുക്കാം? അവർക്ക് ലോൺ കൊടുക്കാം മെമ്പർമാർക്ക്. വെൽഫെയർ ആക്ടിവിറ്റീസിനുള്ള ലോൺ കൊടുക്കാം. അങ്ങനെയുള്ള സംഘങ്ങളെയാണ് മിസലേനിയസ് സൊസൈറ്റി. റൂൾ 15 എടുക്കുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയി പറയും. അന്നേരം ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്ത് വരുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. സെക്ഷൻ 2 നാമമാത്ര. സെക്ഷൻ 2M ആണ്. സെക്ഷൻ 2M നാമമാത്ര അംഗം. നാമമാത്ര അംഗം അഥവാ സഹായ അംഗം എന്നാൽ അംഗം എന്ന നിലയിൽ ബൈലോയിൽ വ്യക്തമാക്കിയിട്ടുള്ള തരത്തിൽ മാത്രം അവകാശങ്ങളും ആനുകൂല്യങ്ങളും ബാധ്യതയുമുള്ള സംഘം എന്നർത്ഥമാകുന്നു. എന്നാൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മെമ്പേഴ്സിന്റെ സെക്ഷനിൽ.
പക്ഷെ അവർക്ക് എന്ത് അധികാരം മാത്രമേ ഉള്ളൂ? ഇപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ട് നമ്മൾ ഗോൾഡുമായിട്ട് പോകുമ്പോൾ ലോൺ വേണമെന്ന് പറയുമ്പോൾ അവർ പറയും നിങ്ങൾ മെമ്പർ അല്ലല്ലോ, നിങ്ങളൊരു C ക്ലാസ് മെമ്പർഷിപ്പ്, നോമിനൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറയും. അങ്ങനെ നോമിനൽ മെമ്പർഷിപ്പ് എടുത്താൽ അവർക്ക് എന്ത് മാത്രമേ അധികാരമുള്ളൂ? ആ ഗോൾഡ് ലോൺ അവിടെ വെക്കുക, ലോൺ തിരിച്ചെടുക്കുക. അവർക്ക് വോട്ടവകാശമോ പൊതുയോഗത്തിൽ പങ്കെടുക്കാനോ ബജറ്റിൽ വോട്ട് ചെയ്യാനോ ഒന്നും അധികാരമില്ല. തീരുമാനത്തിൽ ഒന്നും പങ്കെടുക്കാനുള്ള അവർക്ക് അധികാരമില്ല. ആനുവൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനുള്ള അധികാരമില്ല. ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. മത്സരിക്കാനുള്ള അധികാരമില്ല. സെക്ഷൻ 60 എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഭാഗം പറയും. നാമമാത്ര അംഗത്തിന് അയാൾക്ക് ആ സംഘവുമായിട്ട് ചില ഇടപാട് നടത്താനുള്ള അവകാശം മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ ബാധ്യതപ്പെട്ട അയാൾക്ക് അതിലുള്ള ബാധ്യതയുണ്ട്. ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമല്ലോ, അല്ലാതെ ഓപ്ഷനായി പോകും. ഓപ്ഷനാകുമ്പോൾ ആ പൈസ കിട്ടിയില്ല, പിന്നെ ആ പൈസ സംഘത്തിന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചെടുക്കാനുള്ള നിയമ നടപടികൾ എടുക്കാം. ഓക്കെ. സെക്ഷൻ 2M ആണ്. സെക്ഷൻ 2M, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ മീൻസ് എ മെമ്പർ ഹൂസ് possess only such privileges. ഈ അവകാശം മാത്രമേ ഉള്ളൂ. ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ ഹു ഈസ് സബ്ജക്റ്റ് ഓൺലി ടു സച്ച് ലയബിലിറ്റീസ് ഓഫ് എ മെമ്പർ ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ബൈലോ. അത് ബൈലോയിൽ പറഞ്ഞിരിക്കും. ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ബൈലോ. അങ്ങനെ നമുക്ക് ഒരു ഭാഗം കൂടി എടുത്തിട്ട് ഇന്നത്തെ ക്ലാസ് അവിടെ നിർത്താം. എന്ന് വെച്ചാൽ ഇത് വെറും ആക്റ്റാണ്, ക്ലിയറായിട്ടുള്ള ആക്റ്റാണ്. അതിൻ്റെ അപ്പുറം പറയുമ്പോൾ സബ്ജക്റ്റിൽ നിന്ന് ചാടിപ്പോവും, അതുകൊണ്ട് മൊണോട്ടണസ് ആവും. പക്ഷേ നിങ്ങളിത് മാർക്ക് വാരി കൂട്ടാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ ബാച്ചിലുള്ള വിദ്യാർത്ഥികളും ഇത് തറവാക്കാം. 2 ക്ലാസ് കൊണ്ട് ഇത് തീർക്കും. നമ്മൾ ഒരു ക്ലാസ്സും കൂടി എടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം വരും, റൂളും വരും. സെക്ഷൻ 2M ആണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. മറ്റൊരു ഭാഗം കൂടി പറയാം, സെക്ഷൻ 2N. ഇതും എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സെക്ഷൻ 2N, ഓഫീസർ. സാധാരണ സംഘത്തിലെ ഓഫീസറിൽ പെടാത്തതാര്? ബോർഡ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, PSCയും ചോദിക്കാം. ഓഫീസർ മീൻസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, മാനേജർ, member of the committee or treasurer, and include a liquidator, administrator, and any other person empowered under the rules or the bylaws to give directions in regard to the business of cooperative society. ഓഫീസറിൽ പെടാത്തത് ഏത്? ബയാത്ത് പഠിച്ചു വെക്കണം. സെക്ഷൻ 2N എന്നൊരു ഓഫീസർ ആരെല്ലാന്ന് പഠിച്ചാൽ പെടാത്തത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. Which of the officer is not included in the term officer in section 2N? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഓഫീസർ വരുന്നത്? ഓഫീസർ എന്നാൽ പ്രസിഡന്റ് ഓഫീസറാണ്, വൈസ് പ്രസിഡന്റ് ഓഫീസറാണ്, ചെയർമാൻ ഓഫീസറാണ്, വൈസ് ചെയർമാൻ ഓഫീസറാണ്, സംഘത്തിലെ സെക്രട്ടറി ഓഫീസറാണ്, ഖജാൻജി ഓഫീസറാണ്, മാനേജർ ഓഫീസറാണ്, കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഓഫീസറാണ് എന്നിവരും നിയമത്തിനും ചട്ടത്തിനും ബൈലോക്കും വിധേയമായ ഒരു സംഘത്തിന്റെ വ്യാപാര കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് അധികാരമുള്ള ഏതൊരു വ്യക്തിയും ഭരണാധികാരിയും അതുപോലെ ലിക്വിഡേറ്ററും ഉൾപ്പെടെയുള്ളവർ എന്നർത്ഥമാവുന്നു. പക്ഷെ ബൈലോയിൽ അത് പറഞ്ഞിരിക്കും. അന്നേരം ഒന്നും കൂടി പറയാം. ഓഫീസർ എന്നാൽ പ്രസിഡന്റ് ഓഫീസറാണ്, വൈസ് പ്രസിഡന്റ് ഓഫീസറാണ്, ചെയർമാൻ ഓഫീസറാണ്, വൈസ് ചെയർമാൻ ഓഫീസറാണ്, സെക്രട്ടറി ഓഫീസറാണ്, ഖജാൻജി ഓഫീസറാണ്, മാനേജർ ഓഫീസറാണ്, കമ്മിറ്റി മെമ്പർ ഓഫീസറാണ്. എന്നാൽ നിയമത്തിനും ചട്ടത്തിനും ബൈലോക്കും വിധേയമായി ഒരു സംഘത്തിന്റെ വ്യാപാര കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് അധികാരമുള്ള മറ്റൊരു വ്യക്തിയും, അധികാരം കൊടുത്തിട്ടുള്ള വ്യക്തി, നിയമവും ചട്ടവും ബൈലോവും അയാൾക്ക് സംഘത്തിന്റെ വ്യാപാരം നടത്താൻ അധികാരം കൊടുത്തിട്ടുണ്ട്, അയാൾ ഓഫീസറാണ്. അതുപോലെ തന്നെ ലിക്വിഡേറ്ററും ഓഫീസറാണ്. അന്നേരം ഇവരെല്ലാം ഓഫീസറാണ്. അന്നേരം ഓഫീസറിൽ പെടാതെ എന്ന് വെച്ചാൽ ബൈഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ഓഫീസറിൽ പെടാത്തവർ ആര്? സെക്ഷൻ 2. അന്നേരം സെക്ഷൻ 2 N ആണ്. സെക്ഷൻ 2 ഓഫീസർ, സെക്ഷൻ 2N ഓഫീസർ. സെക്ഷൻ 2 MIJKLM, M കഴിഞ്ഞാൽ N ഓഫീസർ. അത് ഓർമ്മിക്കുക. സെക്ഷൻ 2N ഓഫീസർ. ഓഫീസർ എന്നാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, ഖജാൻജി, മാനേജർ, കമ്മിറ്റി മെമ്പർ എന്നിവരും നിയമത്തിനും ചട്ടത്തിനും ബൈലോക്കും വിധേയമായി ഒരു സംഘത്തിന്റെ വ്യാപാര കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് അധികാരമുള്ള മറ്റൊരു വ്യക്തിയും ഭരണാധികാരിയും ലിക്വിഡേറ്ററും ഉൾപ്പെടെയുള്ളവർ എന്നർത്ഥമാവുന്നു. ഒരിക്കൽ PSC ചോദിച്ചത് ഓഫീസറിൽ പെടാതെ എന്ന് പറഞ്ഞിട്ട് അതിൽ ലിക്വിഡേറ്റർ ഇട്ട് കൊടുത്തു. നമ്മൾ വിചാരിക്കും ലിക്വിഡേറ്റർ പുറമേ ഉള്ള ആളല്ലേ, അന്നേരം നമ്മൾ അപ്പാട് അത് കറപ്പിക്കും.
ഒരു മാർക്ക് അങ്ങ് നഷ്ടപ്പെടും. ലിക്വിഡേറ്ററും ഓഫീസറാണ്. എന്നാൽ ഈ ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സെക്ഷൻ 2N. താങ്ക് യു. സെക്ഷൻ 2N, ഓഫീസർ. Officer means the president, vice president, chairman, vice chairman, secretary, manager, member of the committee or treasurer, and include a liquidator, administrator, and any other person empowered under the rules or the bylaws to give direction to the in regard to the business of a cooperative society. അന്നേരം ഓഫീസർ ആരാണ്? താഴെ പറയുന്ന ഓഫീസറിൽ പെടാതെ ആരെന്നുള്ള ചോദ്യം വരും. എന്നാൽ ഈ നിർവചനം പഠിച്ചാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ബോർഡ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 2N, ഓഫീസർ ആരാണ്? ഓഫീസറുടെ ഉത്തരവാദിത്തം ആക്ട്, റൂള്, ബൈലോയിൽ പറഞ്ഞിരിക്കും. ഗിവ് ഡയറക്ഷൻ ഇൻ റിഗാർഡ് ടു ദ ബിസിനസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൽ മുകളിൽ പറഞ്ഞ ആൾക്കാരെല്ലാം ഓഫീസറിൽ പെടുന്നു. 2-3 പ്രാവശ്യം ഈ ഓഡിയോ കേൾക്കുക, എന്നിട്ട് ഓഫീസറെ സെപ്പറേറ്റ് എഴുതിയിട്ട് എടുക്കുക. അത് ഓഫീസറിൽ പെടാതെ എന്നുള്ള ചോദ്യമാണ് അധികം വരിക. അടുത്ത സെക്ഷൻ 2O, പ്രിസ്ക്രൈബ്ഡ് മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. സെക്ഷൻ 2O, നിർണയിക്കപ്പെട്ട എന്നാൽ ഈ നിയമപ്രകാരം സർക്കാർ നിർമ്മിച്ചിട്ടുള്ള ചട്ടങ്ങളിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥമാവുന്നു. നിർണയിക്കപ്പെട്ട ആ ആക്ട് ഉണ്ടാക്കി അതിനുശേഷം സർക്കാർ നിർണയിക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയണം. അതിനാണ് സെക്ഷൻ 2O, റൂൾ. നിർണയിക്കപ്പെട്ട എന്നാൽ ഈ നിയമപ്രകാരം സർക്കാർ നിർമ്മിച്ചിട്ടുള്ള ചട്ടങ്ങളിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥമാവുന്നു. അടുത്ത സെക്ഷൻ 2OAA. സെക്ഷൻ 2OAA വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സെക്ഷൻ 2OAA എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്, എവിടുന്ന് ചോദിക്കുന്നു പറഞ്ഞുകൂടാലും. സെക്ഷൻ 2OAA ബോർഡ് പരീക്ഷയാണെങ്കിൽ അല്ല PSC ആണെങ്കിൽ ഒരു മാർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. ഏതിലാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയെ നിർവഹിച്ചിട്ടുള്ള നിർവചനം ഏതാണ്? സെക്ഷൻ 2OAA ആണ്. അത് എഴുതിയാൽ ഒരു മാർക്കായി, തെറ്റിച്ച് കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞു, നാളെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും. അതുപോലെ തന്നെ ബോർഡ് പരീക്ഷയ്ക്കാണെങ്കിൽ അരമാർക്കാണ്. പലയാളും ജോലി കിട്ടാതെ പോകുന്ന, പലയാളും സങ്കടപ്പെടുന്ന കാര്യം അരമാർക്ക് 1 മാർക്ക് കൊണ്ടും ജോലി നഷ്ടപ്പെടുമ്പോഴാണ്. അന്നേരമാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. അന്നേരം സെക്ഷൻ 2OAA means a primary agricultural credit society means a service cooperative society, service cooperative bank, a farmer service cooperative bank, and a rural bank, the principal object of which is to undertake agricultural credit activities and to provide loans and advances for agriculture purposes. The rate of interest on such loans and advances shall be the rate fixed by the registrar and having its area of operation confined to a village, panchayat or a municipality. ഇതിൽ ഒരു 5-ലധികം ഒബ്ജക്റ്റീവ് ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതാണ്. PACS, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാൽ എന്ത്? ഒന്നുകൂടി ഞാൻ പറയാം. സെക്ഷൻ 2 ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഏത് സെക്ഷനിലാണ് നിർവചിച്ചിട്ടുള്ളത്? സെക്ഷൻ 2OAA ആണ്. പ്രാഥമിക കാർഷിക വായ്പാ സംഘം എന്നാൽ ഒരു ഗ്രാമപഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റിയോ പ്രവർത്തന പരിധിയായിട്ടുള്ളതും, PSCസിൻ്റെ ഏരിയ ഏതാണെന്ന് വെച്ചാൽ 1-2 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി ആയിരിക്കും പരിധിയായിട്ടുള്ളതും, കാർഷിക വായ്പാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്ന മുഖ്യ ലക്ഷ്യത്തോടെ ദ മെയിൻ പർപ്പസ് ഓർ ഗോൾ ഓഫ് ദി ടാക്സ് ഈസ് ടു ഗീവ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ടു ദി മെമ്പേഴ്സ്. മുഖ്യ ലക്ഷ്യം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കലാണ്. രജിസ്ട്രാർ നിജപ്പെടുത്തിയിരിക്കുന്ന പലിശ നിരക്കിൽ ടാക്സിൻ്റെ പലിശ നിർണ്ണയിക്കുന്ന ആരാണ്? അത് വേറെ 3ാമത്തെ ചോദ്യമാണ്. ആരാണ് നിർണ്ണയിക്കുന്നത്? അത് രജിസ്ട്രാർ ആണ്. നിരക്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വായ്പകളോ അഡ്വാൻസുകളോ നൽകുന്ന ഇനി 4ാമത്തെ ചോദ്യം, ഇതിൽ ടാക്സിൽ പെടാത്തത് ഏത്? കഴിഞ്ഞ ബോർഡിന് ചോദിച്ചിട്ടുണ്ട്. പെടുന്ന ഏതാണെന്ന് നോക്കാം. ഇത് എപ്പോഴും നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ ഈ ഓഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണം. എന്നാലും നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് 2-3 മാർക്ക് കിട്ടും ഉറപ്പിച്ചിട്ട്, അല്ലെ തെറ്റിപ്പോകും നമ്മളടുത്ത്. ടാക്സിൽ പെടാത്തത് ഏത്? കഴിഞ്ഞ ബോർഡിന് ചോദിച്ചാണ്. ഏതെല്ലാം ടാക്സിൽ പെടുന്നു? സർവീസ് സഹകരണ സംഘം SCS, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് SCB, FSS ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് വരും, റൂറൽ ബാങ്ക് എന്ന ഇവയാണ് പാക്സ്. ഇതിൽ പെടാതെ എന്ന് പറഞ്ഞാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വരുമ്പോൾ പാക്സിൽ പെടുന്നതെല്ലാം. മനസ്സിലായില്ല. എന്നിരുന്നാലും 1990 1/2000 ഭേദഗതി പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് നിലവിലുള്ള സംഘങ്ങൾക്കോ ബാങ്കുകൾക്കോ പ്രവർത്തന പരിധി സംബന്ധിച്ച നിയന്ത്രണം ബാധകമല്ല.
1/2000 ഒരു ഓർഡർ ഇറക്കുകയാണ്. ആ ഓർഡറിന് ശേഷം ഇതിൻ്റെ ഏരിയ 1-2 പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റിയോ ആക്കുകയാണ്. അതിന് മുമ്പേ 4-5 പഞ്ചായത്ത് ഉണ്ടെങ്കിൽ അതുപോലെ നിലനിർത്താമെന്നാണ് പറയുന്നത് ഈ ഓർഡറിൽ. പക്ഷേ നമ്മൾ പാക്സിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1-2 പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റി ആയിരിക്കും. എന്നിട്ട് ഈ പാക്സിൻ്റെ മുഖ്യ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 2OAA മുഖ്യ ലക്ഷ്യം കാർഷിക വായ്പ കൊടുക്കലാണ് മുഖ്യ ലക്ഷ്യം. കഴിഞ്ഞതിന് ജി സുധാകരൻ സാറിന് വകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു ഓർഡർ ജോയിൻറ്റ് രജിസ്ട്രാർമാർക്ക് ഒരു ഓർഡർ ഇറക്കിച്ചു. ആ ഓർഡറിൽ ജോയിൻറ്റ് രജിസ്ട്രാർമാർ എല്ലാ ബാങ്കുകളോടും ചോദിച്ചു, എല്ലാ പാക്സിനോടും ചോദിച്ചു, നിങ്ങൾ എത്ര ശതമാനം കാർഷിക വായ്പ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടെന്ന്. അത് വരുമ്പോൾ 2%, 3%, 5% എന്നെല്ലാണ്. ഉടനടി തന്നെ അദ്ദേഹം ക്ഷോഭിതനായിട്ട് അദ്ദേഹം നല്ലൊരു ഓർഡർ ഇറക്കി. വളരെ ശക്തനായൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം നല്ലൊരു ഓർഡർ ഇറക്കി. ആ ഓർഡറിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാക്സിൻ്റെ ലക്ഷ്യം കാർഷിക വായ്പ കൊടുക്കലാണ്. നിങ്ങൾ മുഖ്യ ലക്ഷ്യമായിട്ട് കൂടുതൽ ഒരു 50% കാർഷിക വായ്പ കൊടുക്കുന്നില്ലെങ്കിൽ ഇത്തരം സംഘങ്ങളുടെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഉടനടി തന്നെ എല്ലാവരും അഗ്രികൾച്ചർ ലോൺ കൊടുക്കാൻ തുടങ്ങി. അതിലും പിന്നെ വെള്ളം ചേർത്തു. ഗോൾഡ് ലോണെല്ലാം കൊടുക്കുമ്പോൾ അതിൽ അഗ്രികൾച്ചർ ലോണിന് മാറ്റും. അത് നാഷണലൈസ് ബാങ്കും ചെയ്യുന്നൊരു കാര്യമാണ്. ഗോൾഡ് ലോൺ കൊടുക്കുമ്പോൾ ആ ലോണിൽ അഗ്രികൾച്ചർ ലോൺസ് ആയിട്ട് കാണിക്കും. എന്തോ ആവട്ടെ, കാർഷിക വായ്പ കൊടുക്കൽ മുഖ്യ ലക്ഷ്യമായിരിക്കണം. അന്നേരം സുധാകരൻ സാർ ഞാൻ എടുത്തു പറയുന്ന കാര്യം പത്രത്തിൽ വളരെ കാര്യമായിട്ട് പറഞ്ഞു. ബോൾഡായിട്ടുള്ള ലീഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്തായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, അത് ഇൻഫ്ലുവൻസിങ് ആണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസിങ്, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നേതൃത്വം. അഡ്മിനിസ്ട്രേറ്ററിനും അത് വേണം. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തപ്പോൾ എല്ലാവരും അത് പാലിക്കാൻ ബാധ്യസ്ഥനായി. ഓക്കെ, താങ്ക്സ്. അത് ഞാൻ ഊന്നി പറയുന്നതെന്ന് വെച്ചാൽ പാക്സിൻ്റെ ലക്ഷ്യം എന്താണ്? കാർഷിക വായ്പ കൊടുക്കൽ മുഖ്യ ഉദ്ദേശമാക്കിക്കൊണ്ട്. ഓക്കെ, സെക്ഷൻ 2OAA പാക്സ്. അടുത്ത് സെക്ഷൻ 2OB. സെക്ഷൻ 2OB എന്താണെന്ന് വെച്ചാൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. പാക്സ് വേറെ, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി വേറെ. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ അപ്പാട് ചാടി പോകും. നമ്മൾ പാക്സ് അല്ലേ, മാഷ് പഠിപ്പിച്ചല്ലേ, ഓഡിയോയിലും പറഞ്ഞു ക്ലാസ്സിലും പറഞ്ഞു. എന്താണ് പാക്സ് വേറെ, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 2OAA ആണ് പാക്സ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അത് കാർഷിക വായ്പ കൊടുക്കലാണ് അവരുടെ മുഖ്യ ഉദ്ദേശം. സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്, പ്രാഥമിക വായ്പാ സംഘം. എന്നാൽ മീൻസ് എ സൊസൈറ്റി അതർ ദാൻ ആൻ അപെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി which has its principal object the raising of funds to be lent to its members. അന്നേരം PCS എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു എപെക്സ് അംഗമല്ല, സെൻട്രൽ അംഗമല്ല, അത് പ്രൈമറി ആയിരിക്കും. ആ പ്രൈമറി വിച്ച് ഹാസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ്, മുഖ്യ ലക്ഷ്യം എന്താണ്? ഫണ്ട് സ്വരൂപിച്ച് അതിലെ മെമ്പർമാർക്ക് വായ്പ കൊടുക്കലാണ്. അന്നേരം പാക്സ് എന്താണ്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്താണ്, അതിൻ്റെ സെക്ഷൻ്റെ നമ്പർ എന്താണ് പ്രത്യേകം നോക്കുക. സെക്ഷൻ 2OAA ആണ് പാക്സ്, സെക്ഷൻ 2OB ആണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി നിർവഹിച്ചിട്ടുള്ളത്. അടുത്ത സെക്ഷൻ 2OC പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇപ്പം നമ്മളെ അപെക്സ് കാർഡ് ബാങ്ക് എന്ന് പറയുന്നില്ലേ, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇപ്പം 13-11 പരീക്ഷ നടത്താൻ പോകുന്നത് അത് എൻ്റെ എപെക്സ് ആണ്. ഇവിടെ പ്രൈമറിയാണ് പറയുന്നത്. OC സെക്ഷൻ 2OC പ്രൈമറി PCARDB എന്നാൽ അതൊന്ന് നോക്കാം. എ സൊസൈറ്റി ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻ ടു എ താലൂക്ക്. ഈ PCARDBയുടെ ഏരിയ ഏതായിരിക്കും? ഒരു താലൂക്ക് ആയിരിക്കും, എപ്പോഴും ചോദിക്കുന്നതാണ്. ആൻഡ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. കാർഷിക ഗ്രാമവികസനത്തിനായിട്ട് ദീർഘകാല വായ്പ കൊടുക്കലാണ് PCARDBയുടെ ലക്ഷ്യം. കഴിഞ്ഞ ക്ലാസ്സിലേതോ പ്രഭാത ക്ലാസ്സിലേതോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കാൻ പാടില്ല. ആ വീട് മിക്കവാറും അത് ചില കേസിലെല്ലാം 10-20% വിറ്റ് പോകുന്നുണ്ട്. ആ ഷോർട്ട് ടേം അല്ല, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒരു മാളുടെ കല്യാണമായിരിക്കും, അന്നേരം 5% ബാങ്ക് പറയും തരാമെന്ന് പറയും. അവർ 10 ലക്ഷം അവിടെ നിന്ന് എടുത്തു. 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് ഇത് വീട്ടണം. അതിന് ഇൻട്രസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണ്. അന്നേരം അത് 5 കൊല്ലത്തേക്കെല്ലാം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കൽ എളുപ്പമൊന്നുമല്ല മാസത്തിൽ. പ്രത്യേകിച്ച് കൊറോണ പോലെയോ അല്ലെങ്കിൽ ഒരു അസുഖം എന്തോ ഒരു കലാമിറ്റി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ കഥ കഴിഞ്ഞു. അന്നേരം അതിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ PCARDB പോവുക, അവിടെ ലോൺ ആവശ്യം പോലെ ലോണുണ്ട്. എത്ര നിങ്ങൾ അവിടെ എത്തിച്ചേരുക വേണ്ടോ, ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ പാസ്സാക്കി തരും.
അതുപോലെ തന്നെ എടുത്ത ലോൺ ഉണ്ടാവും. SEBന്ന് എടുത്ത ലോൺ വേണമെങ്കിൽ അത് ലോൺ മാറ്റി തരാൻ വേണ്ടിയും ഈ PCRDBയിൽ ലോൺ സൗകര്യമുണ്ട്. ദീർഘകാല വായ്പ വീടിനുള്ള എടുത്താണെങ്കിൽ അവർ മാറ്റിത്തരും. ഇതൊന്നും നമുക്ക് അറിയാതെ കൊണ്ടാണ് നമ്മളെ എന്താണ് ഡെറ്റ് ട്രാപ്പ്, കടത്തിന്റെ കെണിയിൽ പോയി വീഴാണ്, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അന്നേരം PCRDBന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ടേം ആണ്. 15 കൊല്ലത്തേക്കെല്ലാം ലോണാണ് കൊടുക്കുക. 5 കൊല്ലത്തേക്ക് എടുക്കുന്നു, 5 കൊല്ലത്തേക്ക് എടുക്കുന്നു. വീട് നിർമ്മിക്കാനോ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 5 കൊല്ലത്തേക്ക് ചിലപ്പോൾ ഒരു മാസം 10,000 പ്ലസ് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. 15 കൊല്ലത്തേക്ക് എടുക്കുമ്പോൾ ഒരു മാസം 3,000 അല്ലെങ്കിൽ 4,000 പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടു, ചെറിയ പലിശ കൊടുക്കണ്ടു. അന്നേരം ലോങ് ടേം ലോണാണ് വീട് നിർമ്മാണത്തിന് ഏറ്റവും നല്ലത്, അത് ഓർമ്മിക്കുക. ഓക്കെ. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് സെക്ഷൻ 2 OC ആണ്. എ സൊസൈറ്റി ഹാവിംഗ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പൽ, അതിൻ്റെ ഏരിയ ഒരു താലൂക്ക് ആയിരിക്കും. പ്രിൻസിപ്പൽ ഒബ്ജക്ട് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ട് അവർ വായ്പ കൊടുക്കുന്നു. പ്രൊവൈഡ് ദാറ്റ് എ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഷാൽ ബി രജിസ്റ്റേർഡ് വിത്തൗട്ട് ദ bifurcation of assets and liabilities of the existing society having the area of operation is more than one taluk, and the society shall restrict their operation in the area of the respective society on such bifurcation. അല്ല, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ആ താലൂക്കിന്റെ അപ്പുറമുള്ള സംഘമാണെങ്കിൽ ഉടനടി തന്നെ അത് താലൂക്കിലേക്ക് വന്നിട്ട് അത് പുതിയ PCRDBക്ക് മാറ്റണം. ഇപ്പം തലശ്ശേരി PCRDB ഇപ്പം പരീക്ഷയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഏരിയ ഓപ്പറേഷൻ ആയിരുന്നു ഇരിട്ടിയെല്ലാം, അത് മാറി താലൂക്ക് ഇരിട്ടി താലൂക്ക് വന്നില്ല. താലൂക്ക് വരുമ്പോൾ ഇരിട്ടി PCRDB അവിടെ വരികയാണ്. അങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അന്നേരം PCRDB എന്ന് പറഞ്ഞാൽ ഒരു താലൂക്ക് പ്രവർത്തന പരിധിയായിക്കൊണ്ട് ദീർഘകാല വായ്പ കൊടുക്കൽ മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സഹകരണ സംവിധാനം, അതാണ് PCRDB. സെക്ഷൻ 2 OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അന്നേരം 3 തരത്തിൽ വന്നു. പ്രൈമറി 4 തരത്തിൽ വന്നു. ഇവിടെ നിർവചനം തന്നെ 4 തരത്തിൽ വരുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി സെക്ഷൻ 2 OAA, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി സെക്ഷൻ 2 OB, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് സെക്ഷൻ 2 OC, അടുത്ത വരുന്ന സെക്ഷൻ 2 OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ കേട്ടുകൊണ്ടേയിരിക്കുക. സെക്ഷൻ 2 OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ എ റവന്യൂ ഡിസ്ട്രിക്ട് ആസ് എ ഹോൾ or any specified area within such revenue district and having individual or individuals and other cooperative society as its members. Primary cooperative society section 2 OD. Section 2 OD il varunathu primary cooperative society means a society having jurisdiction over a revenue district. മറ്റതിനെല്ലാം നമ്മളെ PCRDB ആണെന്ന് താലൂക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിലും അതിൻ്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പാക്സിൻ്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട്. പാക്സിൻ്റെ ഏരിയ 1-2 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ എ സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ എ റവന്യൂ ഡിസ്ട്രിക്റ്റ്, specified area within such revenue district and they having individual or individuals and other cooperative society as its member. അതിൽ ആരെല്ലാം മെമ്പർ ആവും? ഇൻഡിവിജ്വൽസ് വരും, അതുപോലെ തന്നെ അതർ മറ്റ് സഹകരണ സംഘങ്ങളും അതിൽ അംഗമാവും. സെക്ഷൻ 2 OD. അടുത്ത സെക്ഷൻ 2 P രജിസ്ട്രാർ. സെക്ഷൻ 2 P രജിസ്ട്രാർ. Registrar means the registrar of cooperative society appointed under subsection 1 of section 3 and included any person on whom all or any of the powers of the registrar under this act were conferred. അന്നേരം അതിൽ രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ സെക്ഷൻ 2 P രജിസ്ട്രാർ നിർവചനാണ്. രജിസ്ട്രാറുടെ സെക്ഷൻ വരുമ്പോൾ സെക്ഷൻ 3 ആണ്. 1-2 സെക്ഷൻ 3 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2. 1ഉം 2ഉം സെക്ഷൻ 3 1ഉം 2ഉമാണ്
രജിസ്ട്രാറുടെ സെക്ഷൻ. രജിസ്ട്രാറുടെ നിർവചനം വരുമ്പോൾ സെക്ഷൻ 2P ആണ്. ആ പിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ. രജിസ്ട്രാർ എന്നാൽ 3-ാം ഉപവകുപ്പിലെ 1-ാം ഉപവകുപ്പിന് വിധേയമായി നിശ്ചയിച്ചുള്ള സഹകരണ സംഘം രജിസ്ട്രാർ. സെക്ഷൻ 3 1 പ്രകാരം ഗവൺമെന്റ് ഓഫ് കേരള അപ്പോയിന്റ് ചെയ്യുന്ന സഹകരണ സംഘം രജിസ്ട്രാർ എന്ന അർത്ഥമാകുന്നു. രജിസ്ട്രാറുടെ അധികാരം പൂർണ്ണമായോ ഭാഗികമായോ ലഭിച്ചിട്ടുള്ള വ്യക്തിയും ഇതിൽപ്പെടും. നമ്മളെ സെക്ഷൻ 3 2 വന്നില്ലേ, ആ 2 അദ്ദേഹത്തിന്റെ അധികാരം വിട്ടുകൊടുത്ത വ്യക്തിയും സെക്ഷൻ 2P പ്രകാരം നിർവചനത്തിൽ പെടും. സെക്ഷൻ 2P നിർവചനം രജിസ്ട്രാർ, സെക്ഷൻ 312 രജിസ്ട്രാറുടെ സെക്ഷൻ. ഓർമ്മിക്കുക, അത് എപ്പോഴും അതിലേതെങ്കിലും ചോദിക്കും. അടുത്ത സെക്ഷൻ 2Q റൂൾസ് മീൻസ് ദ റൂൾ മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. റൂൾ എന്ന് പറഞ്ഞാൽ ഈ നിയമപ്രകാരം ഉണ്ടാക്കുന്ന റൂളാണ്. Q ചട്ടങ്ങൾ എന്നാൽ ഈ നിയമത്തിന് വിധേയമായി നിർമ്മിച്ചിട്ടുള്ള ചട്ടങ്ങൾ. ചട്ടങ്ങൾ ആരുണ്ടാക്കുന്നു? ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. ചട്ടം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഏതെന്ന് പറഞ്ഞാൽ 109 അതും പലപ്പോഴും ചോദിക്കുന്നതാണ്. അടുത്ത റൂൾ സെക്ഷൻ 2QA ഷെഡ്യൂൾഡ് കാസ്റ്റ്. പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് മീൻസ് the scheduled caste in relation to the state of Kerala specified in the constitution, scheduled castes order 1915. scheduled caste എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2QA. സെക്ഷൻ 2QA പട്ടികജാതിക്കാർ എന്നാൽ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർഡറിൽ വ്യക്തമാക്കിയിരിക്കുന്ന പ്രകാരം കേരള സംസ്ഥാനത്തെ പട്ടികജാതിക്കാർ എന്ന അർത്ഥമാവുന്നു. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പട്ടികയിൽ വെച്ചിട്ടുണ്ട്, ഒരു പട്ടികയായിട്ട് പട്ടികജാതിക്കാർ. അതുകൊണ്ടാണ് ഇതിന്റെ പട്ടികജാതി എന്ന് പറയുന്നത്. ഒരു ഷെഡ്യൂൾഡ് അവിടെ ഉണ്ട്, പട്ടിക. അടുത്ത സെക്ഷൻ 2QB പട്ടികവർഗം. പട്ടികവർഗം അതുപോലെ തന്നെ. എന്നാൽ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് ട്രൈബ് ഓർഡറിൽ വ്യക്തമാക്കിയിരിക്കുന്ന പ്രകാരം കേരള സംസ്ഥാനത്തെ പട്ടികവർഗക്കാർ എന്ന അർത്ഥമാവുന്നു. അതും ഒരു പട്ടിക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് 1950 ഇതിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെ പെടുത്തുമ്പോൾ അത് ആ ഷെഡ്യൂളിൽ പെടുത്തിയ ആ ജാതിക്കാർ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, ആ ജാതിയിൽപ്പെട്ടവർ, ആ നിശ്ചിത ജാതിയിൽപ്പെട്ടവർ. അത് QA പട്ടികജാതിക്കാർ, QB സെക്ഷൻ 2QB പട്ടികവർഗക്കാർ. സെക്ഷൻ 2QCയിൽ വരുന്നത് സ്പെഷ്യൽ ഓഫീസർ QC. എന്നാൽ രജിസ്ട്രാർ നിശ്ചയിച്ച ആവശ്യത്തിനായി അപ്പോയിന്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ചില കാര്യങ്ങൾ അന്വേഷിക്കാനും മറ്റ് പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യാറുണ്ട് രജിസ്ട്രാർ. ആ സ്പെഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. അത് വരുന്നത് നിർവചനത്തിൽ വരുന്നത് സെക്ഷൻ 2QCയിലാണ്. എന്നാൽ സ്പെഷ്യൽ ഓഫീസർ എന്നാൽ QCയിൽ വരുന്നത് മീൻസ് an officer not below the rank of assistant registrar. അവിടെ ഒരു ചോദ്യം ചോദിക്കാം, അയാളുടെ റാങ്ക് എന്താണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാതെ ഉദ്യോഗസ്ഥനെ അവിടെ പോസ്റ്റ് ചെയ്യണം. അതിന്റെ അപ്പുറമുള്ള റാങ്ക് ആയാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. അപ്പോയിന്റ് ബൈ ദ രജിസ്ട്രാർ. ആരാണ് സ്പെഷ്യൽ ഓഫീസറെ QC പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്നത്? രജിസ്ട്രാർ. ടു ടേക്ക് ഇൻ ടു കസ്റ്റഡി ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി വിച്ച് സെക്യൂർഡ് രജിസ്ട്രേഷൻ. അത് ചില കേസുകളിൽ അവിടുത്തെ അസറ്റ്സ് ലയബിലിറ്റി എല്ലാം പിന്നെ അതിന്റെ പുസ്തകങ്ങളെല്ലാം പിടിച്ചെടുക്കേണ്ടതുണ്ടാവും. ടു ടേക്ക് ഇൻ ടു കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ടാവും. വിത്തൗട്ട് bifurcating the area of operation of an existing society and to register new society and to constitute committees as provided in section 28 of the act. ഏതെല്ലാം കണ്ടീഷനിൽ ഇത് വരുന്നു, സ്പെഷ്യൽ ഓഫീസർ വരുന്നു എന്നുള്ള QCയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം? the take into custody of the assets and liabilities of the society. അതിന്റെ അസറ്റും ലയബിലിറ്റിയും ചില കേസിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട വരുമ്പോൾ സ്പെഷ്യൽ ഓഫീസറെ പോസ്റ്റ് ചെയ്യും. വിച്ച് സെക്യൂർഡ് രജിസ്ട്രേഷൻ. എങ്ങനെ രജിസ്ട്രേഷൻ? രജിസ്ട്രേഷൻ നടത്തുമ്പോൾ സംഘത്തെ ബൈഫർക്കേറ്റ് ചെയ്യാതെ ഏരിയ ഓപ്പറേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് സൊസൈറ്റി മാറ്റിയിട്ട് ഒരു പുതിയ സംഘങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അസറ്റും അതുപോലെ തന്നെ അതിൻ്റെ ബാധ്യതയെല്ലാം പിടിച്ചെടുത്തിട്ട് മറ്റേ പുതിയ സൊസൈറ്റി കൊടുക്കേണ്ടതുണ്ടാവും. ആൻഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി, പുതിയ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. അങ്ങനെയുള്ള കേസിലെല്ലാം സെക്ഷൻ 28 പ്രകാരം എലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സ്പെഷ്യൽ ഓഫീസറെ പോസ്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ 28 എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയാം. സെക്ഷൻ 2QCയിലാണ്
ആ റാങ്ക്, അയാളുടെ റാങ്ക് എന്തായിരിക്കണം? അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കാം, സ്പെഷ്യൽ ഓഫീസർ. അടുത്ത സെക്ഷൻ 2(6) സ്റ്റേറ്റ് മീൻസ് സ്റ്റേറ്റ് ഓഫ് കേരള. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ആണ്. കേസസ് ആക്ടിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ആണ്. സെക്ഷൻ 2(6) സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം വരുന്ന പരീക്ഷ 13/11 വരുന്ന ഈ പരീക്ഷ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. 14 വേക്കൻസിയാണ് അന്ന് നോട്ടിഫൈ ആയിട്ടുള്ളെങ്കിൽ 100ലധികം ആൾക്ക് അപ്പോയിൻമെന്റ് കിട്ടുമെന്നാണ് അറിയപ്പെടുന്നത്. എന്നാണ് അത്രമാത്രം വേക്കൻസി ആദ്യമായിട്ട് PSCക്ക് പരീക്ഷ നടത്തുകയാണ് അതിൽ. അതുകൊണ്ട് തയ്യാറെടുക്കുന്നവർ നന്നായിട്ട് തയ്യാറാക്കുക, ആ ഓപ്പർച്യൂണിറ്റി കളയാൻ പാടില്ല. എന്തുകൊണ്ട്? ഫിനാൻസിന് അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും അതിൽ പാടും. വെറുതെ പോയി എഴുതിയാലൊന്നും കിട്ടില്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന രീതിയിലായിട്ട് നമ്മൾ നാഷണലൈസ് ബാങ്കിൻ്റെയും ICMയിലെ ഒരു ഫാക്കൽറ്റി, ഗസ്റ്റ് ഫാക്കൽറ്റിയായ മോഹൻ സാറാണ് ക്ലാസ് എടുക്കുന്നത്. ഡിജിറ്റൽ ബാങ്കിങ് നല്ല അടിപൊളി ക്ലാസ്സാണ്. അത് ഈ കാര്യം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് 20,000 നഷ്ടം വരും ഈ കാർഡ് ബാങ്കിൻ്റെ പരീക്ഷ ഈ ക്ലാസ് മാത്രം നടത്തുമ്പോൾ. പക്ഷേ മറ്റുള്ള നമുക്ക് ഗുഡ് വില്ല് കിട്ടും, അതാണ് കാര്യം. ആ ഗുഡ് വില്ല് നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊരു അസറ്റാണ്. 20,000 നമുക്ക് നഷ്ടം വരും ഈ ഇതിന് ക്ലാസ് നടത്തുമ്പോൾ. പിന്നെ എങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഗുഡ് വിൽ, നല്ല ഫാക്കൽറ്റിനെ വെച്ചിട്ട് അടിപൊളി ക്ലാസ്സാണ് നടത്തുന്നത്. അതുകൊണ്ട് നോക്കാം, അതിനുള്ള പരീക്ഷകൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് മീൻസ് എന്താണ്? ആൻ എപെക്സ് സൊസൈറ്റി ഹാവിംഗ് ഓൺലി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഫംഗ്ഷനിങ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് 1984, ആക്ട് 20 of 1984. അതിൻ്റെ ഉള്ളിൽ ഒരുപടി ചോദ്യം വന്നിട്ടുണ്ട്. പഠിക്കുന്ന ആൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പഠിക്കുക. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അതിൻ്റെ നിർവചനത്തിൻ്റെ സെക്ഷൻ 2(6) ആണ്. സെക്ഷൻ 2 പിന്നെ 6 ആണ്. 2(6) 6 സംസ്ഥാനമാണ്. സെക്ഷൻ 2(6) ആണ്. RA സെക്ഷൻ 2(6) നോക്കുക. അതിൽ സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നാൽ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമീണ വായ്പ ബാങ്കുകൾക്ക് മാത്രം ഇതിൽ അംഗം. അതിലെ മെമ്പർ ആരായിരിക്കും? PCRDB മാത്രമായിരിക്കും. 1984 കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ആക്ട് 1980 ആക്ട് 20 പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദീർഘകാല വായ്പ കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ എപെക്സ് സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അത് സെക്ഷൻ 2(6) ആണ്. അടുത്ത സെക്ഷൻ 2(RB) സംസ്ഥാന സഹകരണ ബാങ്ക്. ഇപ്പം കേരള ബാങ്ക്, ഇപ്പോഴും കേരള ബാങ്ക് എന്നറിയപ്പെടുന്ന സംസ്ഥാന സഹകരണ ബാങ്ക്. എന്നാൽ ആക്ടിൽ അത് കേരള ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് തന്നെയാണ്. നമ്മളിത് കേരള ബാങ്കായിട്ട് മാറ്റി. ആ കേരള ബാങ്ക് ആക്കുമ്പോൾ എന്നാൽ എന്താണ് അതിൻ്റെ സെക്ഷൻ 2(RB) ആണ്. കേരള ബാങ്ക് സെക്ഷൻ 2(RB) എന്നാൽ ജില്ലാ സഹകരണ ബാങ്കുകൾ അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളതും ഇപ്പം ജില്ലാ സഹകരണ ബാങ്ക് ഇല്ല, ഒരു എപെക്സ് സംഘം എന്നർത്ഥമാവുന്നു. ഇപ്പോഴും ആക്ടിൽ മാറ്റം വരുത്താറുണ്ടോ? അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് പറയുന്നു ടൂട്ടാറിലേക്ക് സഹകരണ വായ്പാ സംവിധാനം കൊണ്ടുവരുന്നതിനായിട്ട് ഗവൺമെൻറ് സംസ്ഥാന സഹകരണ ബാങ്കിനെ മാറ്റിയിട്ട് ജില്ലാ ബാങ്കിൻ്റെ അസറ്റും ലയബിലിറ്റി എല്ലാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ലയിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന ബാങ്ക്. നിലവിൽ വന്ന തീയതിയും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നെ പറയുന്നുണ്ടല്ലോ. കേരള ബാങ്ക് അതിൻ്റെ പ്രസിഡന്റ് അതെല്ലാം ചോദിക്കാം, നോക്കാം. അന്നേരം കേരള ബാങ്ക് അത് ഓർമ്മിക്കുക. സെക്ഷൻ 2(RB). അടുത്ത സെക്ഷൻ 2(RC) എന്ന് വെച്ചാൽ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 28B ഉണ്ടല്ലോ സെക്ഷൻ, അതിൽ നിർവചനം വരുമ്പോൾ സെക്ഷൻ 2(RC) സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ സെക്ഷൻ 28B വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നർത്ഥമാകുന്നു. അടുത്ത സെക്ഷൻ 2S എന്ന് പറഞ്ഞാൽ സംസ്ഥാന സഹകരണ യൂണിയൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 89. ഓർമ്മയ്ക്ക് ഇതൊരു സഹകരണത്തെ സഹായിക്കാനുള്ള സ്ഥാപനമാണ്. ഇത് സഹകരണ നിയമപ്രകാരം വരുന്നല്ല, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെന്റ് ആണ്. സംസ്ഥാന സഹകരണ യൂണിയൻ എന്നാൽ 89-ാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന സഹകരണ യൂണിയനെ ഗവൺമെന്റ് സ്ഥാപിച്ച യൂണിയനാണ്. നിയമപ്രകാരമല്ല, സഹകരണ നിയമപ്രകാരമല്ല, ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണ്. സെക്ഷൻ 2S. സെക്ഷൻ 2T എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണൽ, അതിൽ കോഡ് ഉപയോഗിക്കുക. സെക്ഷൻ 2T ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ എന്നാൽ സെക്ഷൻ 81 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ട്രിബ്യൂണൽ എന്നർത്ഥമാകുന്നു.
ഇതിലും ചോദ്യങ്ങൾ വരാം അല്ലെ. നിർവചനം പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല കുറേ സെക്ഷൻ ഇതിൽ വരുന്നുണ്ട്, എൻ്റെ നമ്പറുകൾ. ട്രിബ്യൂണൽ എന്നാൽ സെക്ഷൻ 81 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ട്രിബ്യൂണൽ എന്നർത്ഥമാകുന്നു. സെക്ഷൻ 2TA എന്നാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാൽ പട്ടണപ്രദേശം പ്രവർത്തന പരിധിയായിട്ടുള്ളതും കാർഷിക വായ്പാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താത്ത, നോൺ അഗ്രികൾച്ചറാണ്, നടത്താത്ത, കാർഷിക വായ്പ കൊടുക്കാത്ത സഹകരണ സംഘം എന്നർത്ഥമാകുന്നു. അതിൻ്റെ ഏരിയ ടൗൺ ആയിരിക്കും. അവരെന്തേ കൊടുക്കും? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് മാത്രമേ കൊടുക്കൂ. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഞാൻ പോയ ആദ്യത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് തെറ്റിച്ച ഒരു ചോദ്യമാണല്ലോ. ഇപ്പോൾ എനിക്കത് ഹോണ്ട് ചെയ്യും, ആ സംഭവം തെറ്റിപ്പോയല്ലോ എന്നുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ PACS, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് അർബൻ ബാങ്ക്? എനിക്കതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു അർബൻ ബാങ്ക് അർബൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്നു. 2 IAS വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അവരെ പെട്ടെന്ന് ചിരിച്ചു കളഞ്ഞു. അത് മാത്രമല്ല, മോർ ദാൻ അന്നേരം എനിക്കറിയാം, ഐ ഡോണ്ട് നോ സാർ എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു തന്നു ഇങ്ങോട്ട്, എന്താ അത് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് അർബൻ ബാങ്ക്. അർബൻ ബാങ്ക് സെക്ഷൻ 2TA അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അത് പട്ടണ പ്രദേശമായിരിക്കും, പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആയിരിക്കും. സെക്ഷൻ 2TA അർബൻ സഹകരണ സംഘം, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് പറഞ്ഞല്ല, സെക്ഷൻ 2TA. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്ത് സെക്ഷൻ 2TA കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗം, അത് പെട്ടെന്ന് എനിക്ക് എടുക്കുമ്പോൾ അതും കൺഫ്യൂഷൻ വന്നു. അർബൻ പറഞ്ഞില്ല, രണ്ടാമത് അർബൻ പറയുന്നുണ്ടല്ലോ, അതല്ല. സെക്ഷൻ 2TA ആണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അറിഞ്ഞിരിക്കണേ, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി the principal object of which is to undertake a non-agricultural credit activity and to raise funds to be lent to its members with its area operation confined to a municipality or a corporation, provided that the restriction regarding the area operation shall not be applicable to the existing urban cooperative society. അല്ലേ, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി നിങ്ങളെ ഇവിടെയെല്ലാം കാണാം, പല സ്ഥലങ്ങളിലുണ്ട്. അത് MBRന്റെ പീരീഡിലാണ് ഇത്തരം സംഘങ്ങൾ വന്ന്. അത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് കേരള ഗവൺമെൻറ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. അർബൻ റിസർവ് ബാങ്ക് അതിനെതിരെ കേസ് നടന്നു. ആ കേസിൽ അന്ന് നമ്മൾ തോറ്റു, കേരള ഗവൺമെൻറ് തോറ്റു കഴിഞ്ഞിട്ട് അതെല്ലാം വൈൻഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു റിക്വസ്റ്റ്, ഒരു പ്ലീ കൊടുത്തു ഹൈക്കോടതിന്, ഒരു അപേക്ഷ. നമ്മളിത് തുടങ്ങി, ഇത് വർക്ക് ചെയ്യുന്നു, കുറേ ആൾ ജോലി ചെയ്യുന്ന കാര്യമാണ്, കേരളത്തിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇതിന് നമ്മളൊക്കെ അനുമതി തരണം എന്ന്. RBI അനുമതി കൊടുക്കുകയാണ്. അനുമതി കൊടുക്കാമെന്ന് കോടതിയോട് പറഞ്ഞു. കുഴപ്പമില്ല, അവർ പൂട്ടണ്ട, എന്ത് ചെയ്യാം, അവരെ ബാങ്ക് എന്നുള്ള പേരങ്ങ് മാറ്റിക്കളയാം. അങ്ങനെയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള പേര് അവർ മാറ്റിയിട്ട് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കി മാറ്റി. RBIയുടെ ലൈസൻസ് ഉള്ളത് മാത്രമേ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി മാറ്റാൻ പറ്റില്ല. അൺലൈസൻസ്ഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം പൂട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരെ പേര് മാറ്റി. അങ്ങനെയാണ് സെക്ഷൻ 2TA കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി വരുന്നത്. അതിൻ്റെ പർപ്പസ് വരുമ്പോൾ എന്തെല്ലാം ഉണ്ട്? സെക്ഷൻ 2TA അർബൻ സഹകരണ സംഘം എന്നാൽ ഒരു മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പ്രവർത്തന പരിധിയായിട്ടുള്ളതും കാർഷികേതര വായ്പാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതും, അവരും നോൺ അഗ്രികൾച്ചറാണ്, ഓർമ്മിക്കുക, നടത്തുക എന്ന മുഖ്യ ഉദ്ദേശത്തോടുകൂടി ഫണ്ട് സ്വരൂപിച്ച് അംഗങ്ങൾക്ക് വായ്പ നൽകുകയും ചെയ്യുന്ന സഹകരണ സംഘം എന്ന അർത്ഥമാകുന്നു. എന്നാൽ നിലവിലുണ്ടായിരുന്ന അർബൻ സഹകരണ സംഘത്തിൻ്റെ ഏരിയയിൽ മാറ്റം വരുത്തണ്ടെന്ന് പറയുന്നത്. അന്നേരം പക്ഷെ അവർക്ക് ഒരിക്കലും എന്ത് പറ്റില്ല, ബാങ്കിനെ പോലെ ചെക്കോ മറ്റ് ഡ്രാഫ്റ്റോ മറ്റ് കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ്? റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഇല്ല അവർക്ക് ഓൺലി ഇത് മാത്രം കാർഷികേതര വായ്പാ പ്രവർത്തനം കൊടുക്കാം. അതുപോലെ തന്നെ ഡെപ്പോസിറ്റിലാണെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഡെപ്പോസിറ്റ് അവർക്ക് വിഡ്രോവൽ സ്ലിപ്പുകൾ ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാം. അതാണ് അൺലൈസൻസ്ഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാൻ പാടില്ല, സൊസൈറ്റിയാണത്. അതൊക്കെ നമ്മൾ ഇതിൽ വരുന്നത് സെക്ഷൻ 2TA ആണ്. സെക്ഷൻ 2TB വരുന്നത് വിജിലൻസ് ഓഫീസർ. എന്നാൽ 68A പ്രകാരം, സെക്ഷൻ 68A പ്രകാരം നിയമിക്കപ്പെട്ട വിജിലൻസ് ഓഫീസർ എന്നർത്ഥമാവുന്നു. വിജിലൻസ് ഓഫീസർ സാധാരണത്തിലേക്ക് കറപ്ഷൻ അഴിമതി ഉണ്ടാകുമ്പോൾ അതിൽ ഈ വിജിലൻസ് ഓഫീസർക്ക് പോയിട്ട് കേസെടുക്കാം, അതിൻ്റെ അറ്റാച്ച് ചെയ്യാം. ഒരു പോലീസിൻ്റെ എല്ലാ അധികാരങ്ങളും അവർക്കുണ്ട്. സെക്ഷൻ 2TB വിജിലൻസ് ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. വിജിലൻസ് ഓഫീസർ എന്നാൽ 68A പ്രകാരം
നിയമിക്കപ്പെട്ട വിജിലൻസ് ഓഫീസർ എന്നർത്ഥമാവുന്നു. സെക്ഷൻ 2U എന്നാന്ന് വെച്ചാൽ ഇയർ. സെക്ഷൻ 2U ഇയർ മീൻസ് ദ പീരിയഡ് കമൻസിങ് on the first day of April of any year and ending with the 31st of March of the succeeding year, or in the case of any registered society or class of registered society, the accounts of which are made up to any other date with the previous sanction of the registrar, the year ending with such date. എന്താണ് സെക്ഷൻ 2U പറയുന്നത്? വർഷം. സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഉള്ള കാലയളവാണ് സാധാരണ വർഷം. അങ്ങനെ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ മുൻ അനുവാദത്തോടുകൂടി ഏത് പീരിയഡാണോ വർഷമായി കണക്കാക്കുന്നത് ആ വർഷവും സാധാരണ നമ്മൾ ഇയർ ആയിട്ട് കണക്കാക്കാം. പക്ഷെ നമ്മളെല്ലാം ഇപ്പം കണക്കൂട്ടുന്നത് സാധാരണത്തിൽ ഇപ്പം നിലവിലുള്ളത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓക്കെ താങ്ക് യു. എല്ലാവർക്കും മഹാത്മയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സായ മോഹനൻ സാർ എടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ ബൈലോ ആയി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടി കേൾക്കുകയാണെങ്കിൽ ബൈലോ ആയി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. ഉത്തരങ്ങൾ ഞാൻ ചോദ്യം പറയുമ്പോൾ ഉത്തരം മനസ്സിലത് പറയാനും ശ്രദ്ധിക്കുക. അറിയാത്തതാണെങ്കിൽ അപ്പം തന്നെ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഞാൻ വായിക്കാം ക്വസ്റ്റ്യൻ. ദ പ്രപ്പോസൽ ടു ദ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷാൾ ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് ഡാഷ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ഒന്നുകൂടെ പറയാം. ദ പ്രപ്പോസൽ ടു ദ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷാൾ ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് ഡാഷ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അമെൻമെൻറ്റ് ഓഫ് ബൈലോ രജിസ്റ്റർ ചെയ്യാൻ പ്രപ്പോസൽ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആരൊക്കെ സൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ്? സെക്രട്ടറി ആൻഡ് 2 members ഓഫ് ദ കമ്മിറ്റി. സെക്രട്ടറി ആൻഡ് 2 members ഓഫ് ദ കമ്മിറ്റി. അടുത്തത് മോഡൽ ബൈലോസ് പ്രിപ്പയർഡ് ബൈ. മോഡൽ ബൈലോ ആരാണ് തയ്യാറാക്കുന്നത്? രജിസ്ട്രാർ. അടുത്തത് ദ MBP ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ആസ് പെർ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് MBP എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ബോറോയിങ് പവർ. ഓക്കെ, അത് ഫിക്സ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബൈലോ. ദ MBP ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ആസ് പെർ ബൈലോ. അടുത്ത ചോദ്യം. എ ക്ലാസ് മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി എലിജിബിൾ ടു വോട്ട് ആൻഡ് കണ്ടസ്റ്റ് ഇൻ ദ ഇലക്ഷൻ ഇഫ് ഹി ഈസ് സബ്സ്ക്രൈബ്ഡ് ടു മിനിമം ഷെയർ വാല്യൂ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ഡാഷ്. എന്തിലാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ബൈലോ. ഒന്നുകൂടെ വായിക്കാം. എ ക്ലാസ് മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി എലിജിബിൾ ടു വോട്ട് and contest in the election if he is subscribed to minimum share value prescribed in the bylaw. അടുത്ത ചോദ്യം. Privileges, rights, duties and liabilities of a members are mentioned in. ഒരു മെമ്പേഴ്സിൻ്റെ പ്രിവിലേജസ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ബൈലോ. ഓക്കെ, അടുത്ത ചോദ്യം. If application for amendment of bylaw is not disposed within the stipulated time, dash should be given by the society to the government. എന്താണ്? If application for amendment of bylaw is not disposed within the stipulated time, dash should be given by the society to the government. സൊസൈറ്റി ഗവൺമെൻറ്റിലേക്ക് എന്താണ് ചെയ്യുന്നത്? സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ അത് രജിസ്റ്റർ ചെയ്ത് അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ബൈലോ ഡിസ്പോസ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക? റെപ്രസെൻറ്റേഷൻ. വേർഡ് ശ്രദ്ധിക്കുക, റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അടുത്തത്. ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ സൈൻഡ് ബൈ ഡാഷ്. നേരത്തെ ഫസ്റ്റിൽ ഞാൻ ചോദിച്ച ചോദ്യം വേറൊരു രീതിയിലായി ചോദിച്ചു എന്നേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ സൈൻഡ് ബൈ ഡാഷ്. ആരൊക്കെയാണ്? സെക്രട്ടറി ആൻഡ് 2 മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്. അടുത്ത ചോദ്യം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ ആൻ അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോ.
Okay, a cooperative society may change its name by an amendment of its bylaw. അടുത്ത ചോദ്യം, which is considered as internal law of society. എന്താണ് which is considered as internal law of a society. Internal law of society എന്ന് പറയുന്നത് എന്താണ്? ബൈലോ. അടുത്ത ചോദ്യം, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൾ ബി അക്കമ്പനീഡ് ബൈ ഡാഷ് കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ. എത്ര കോപ്പീസാണ് രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷനിൽ അക്കമ്പനി ചെയ്യേണ്ടത്? എത്ര കോപ്പീസാണ്? 3 കോപ്പീസ്. ഒന്നുകൂടെ വായിക്കാം. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൾ ബി അക്കമ്പനീഡ് ബൈ ഡാഷ് കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ. 3 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ. അടുത്ത ചോദ്യം, സെക്ഷൻ ഡീൽസ് വിത്ത് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് ലയബിലിറ്റി ബൈ അമെൻഡിങ് ദ ബൈലോ. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 11ൽ 1 ആണ്. ചോദ്യം എന്തായിരുന്നു? സെക്ഷൻ ഡീൽസ് വിത്ത് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് ലയബിലിറ്റി ബൈ അമെൻഡിങ് ദ ബൈലോ. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 11ൽ 1 പ്രകാരമാണ് ചേഞ്ച് ഇറ്റ്സ് ലയബിലിറ്റി, ഒരു സൊസൈറ്റിയുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, എ സൊസൈറ്റി ഷാൾ റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ഓൺലി ദ എക്സ്റ്റെൻറ്റ് സ്പെസിഫൈഡ് ഇൻ ദ. ഒരു സൊസൈറ്റിയിൽ റിസീവ് ചെയ്യേണ്ട ഡെപ്പോസിറ്റ്സ്, കൊടുക്കേണ്ട ലോൺസിൻ്റെ പരിധി, ഇതൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ബൈലോ. ഒന്നുകൂടെ വായിക്കാം. എ സൊസൈറ്റി ഷാൾ റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ഓൺലി ദ എക്സ്റ്റെൻറ്റ് സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി ദ ക്വാറം ഫോർ ജനറൽ ബോഡി ഈസ് യൂഷ്വലി. According to the bylaw of the society, the quorum for general body is usually 1/5 of the members. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 1/5 of the members. അടുത്ത ചോദ്യം, according to section, the quorum for amendment of bylaw is. സെക്ഷൻ 12 പ്രകാരം അമെൻമെൻറ്റിൻ്റെ ബൈലോന് വേണ്ടുന്ന ക്വാറം എത്രയാണ്? 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടഡ്. പ്രസൻറ്റും ആയിരിക്കണം, വോട്ടഡും ആയിരിക്കണം. 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടഡ്. വേർഡ് നല്ലപോലെ ശ്രദ്ധിക്കണം. 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടഡ്. അടുത്ത ചോദ്യം, റൂൾ 6 ഡീൽസ് വിത്ത്. റൂൾ 6 എന്താണ്? മോഡൽ ബൈലോ. നേരത്തെ പറഞ്ഞു, മോഡൽ ബൈലോ ഫ്രെയിം ചെയ്യുന്നത് രജിസ്ട്രാറാണ്. പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന റൂൾ എന്ന് പറയുന്നത് റൂൾ 6. അടുത്തത്, ദ ബൈലോ വിച്ച് ആർ നോട്ട് രജിസ്റ്റേർഡ് ആർ കോൾഡ്. രജിസ്റ്റേർഡ് അല്ലാതെ, അതായത് രജിസ്റ്റേർഡ് ചെയ്യാത്ത ബൈലോസിനെ പറയുന്ന എന്താണ് പറയുക? ഡ്രാഫ്റ്റ് ബൈലോ അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ബൈലോ. ഡ്രാഫ്റ്റ് ബൈലോ അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ബൈലോ. ഡ്രാഫ്റ്റ് ബൈലോ അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ബൈലോ. അടുത്ത ചോദ്യം, അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് സൊസൈറ്റി ഷാൾ കം ഇൻ ടു ഫോഴ്സ് ഓൺ. എപ്പോഴാണ് ബൈലോ അമെൻമെൻറ്റ് നിലവിൽ വരുന്നത്? ഏത് എങ്ങനെയാണ്? ദ ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. അത് രജിസ്റ്റേർഡ് ആവുന്നത് ഏത് ദിവസമാണോ ആ ദിവസമാണ് അമെൻമെൻറ്റ് നിലവിൽ വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, അപ്പീൽ ഫോർ ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷാൾ ബി ഡിസ്പോസ്ഡ് വിത്തിൻ. എത്ര ദിവസത്തിനുള്ളിലാണ്? 60 days. അപ്പീൽ ഫോർ ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷാൾ ബി ഡിസ്പോസ്ഡ് വിത്തിൻ 60 days. അടുത്ത ചോദ്യം, സെക്ഷൻ 13A മെൻഷൻഡ് അബൌട്ട്. സെക്ഷൻ 13A 13 ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. സെക്ഷൻ 13 A മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 5. ഓക്കെ. സെക്ഷൻ 5 റൂളാണ്. റൂൾ 5. സെക്ഷൻ 13A സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. റൂൾ 5 ആണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. ഓക്കെ. അടുത്ത ചോദ്യം, റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ നോമിനൽ മെമ്പർ ഈസ് സ്പെസിഫൈഡ് ഇൻ ബൈലോ ഓഫ് ദ സൊസൈറ്റി.
റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ നോമിനൽ മെമ്പർ ഈസ് സ്പെസിഫൈഡ് ഇൻ ബൈലോ ഓഫ് ദ സൊസൈറ്റി. അടുത്ത ചോദ്യം, ബിഫോർ അമെൻഡിങ് ബൈലോ ഓഫ് ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി രജിസ്ട്രാർ ഷാൾ കൺസൾട്ട് വിത്ത്. അപ്പെക്സിൻ്റെയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ ബൈലോ അമെൻമെൻറ്റ് ചെയ്യുമ്പോൾ രജിസ്ട്രാർ ആരുമായി കൺസൾട്ട് ചെയ്തിരിക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, മനസ്സിലായില്ലേ? ബിഫോർ അമെൻഡിങ് ബൈലോ ഓഫ് ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി രജിസ്ട്രാർ ഷാൾ കൺസൾട്ട് വിത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം, ബിഫോർ അമെൻഡിങ് ദ ബൈലോ ഓഫ് എ സൊസൈറ്റി അതർ ദാൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അതർ ദാൻ ആണ്, അപ്പെക്സും അല്ല സെൻട്രലും അല്ല. അങ്ങനെയുള്ള സൊസൈറ്റികൾ അവരുടെ ബൈലോ അമെൻഡ് ചെയ്യുമ്പോൾ രജിസ്ട്രാർ ആരുമായി കൺസൾട്ട് ചെയ്തിരിക്കണം? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പെക്സിൻ്റെയും സെൻട്രലും ആണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോടും, അതർ ദാൻ മറ്റുള്ള സൊസൈറ്റികളുടെ ബൈലോ ആണ് അമെൻമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രാർ ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, അടുത്ത ചോദ്യം, റീഡിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബൈലോ ഓഫ് ദ സൊസൈറ്റി ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഡാഷ്. റീഡിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബൈലോ ഓഫ് ദ സൊസൈറ്റി ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഫസ്റ്റ് ജനറൽ ബോഡി. ആരുടെ ഡ്യൂട്ടിയാണ്? ആദ്യത്തെ പൊതുയോഗത്തിൻ്റെ, ഫസ്റ്റ് ജനറൽ ബോഡി. ഒരു സൊസൈറ്റി രൂപപ്പെട്ട് വന്നിട്ട് നടത്തുന്ന ആദ്യത്തെ ജനറൽ ബോഡിയുടെ ഡ്യൂട്ടിയാണ് എന്ത്? റീഡിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. അടുത്ത ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് കോൾഡ്. എന്താണ് പറയുക? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയുടെ ബൈലോനെയാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഈസ് വാലിഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ബൈ ഡാഷ്. എങ്ങനെയാണത് വാലിഡ് ആവുന്നത്? അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഈസ് വാലിഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ എന്നാണോ അത് രജിസ്റ്റേർഡ് ആക്കുന്നത് അപ്പോഴാണ് അത് അമെൻമെൻറ്റ് ഓഫ് ബൈലോ വാലിഡ് ആവുന്നത്.